ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വചനത്തിലേക്ക് നമുക്ക് കിടക്കാം. ഒന്നുകൂടി നമുക്ക് വാക്യം വായിക്കാം. ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ. ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. സ്തോത്രം. അപ്പോൾ ഇവിടെ വിശുദ്ധ പൗലോസ്ലീഹൻ വളരെ മനോഹരമായിട്ട് എബ്രായർക്ക് എഴുതിയ ലേഖനം യഹൂദന്മാർക്ക് വേണ്ടി എഴുതുകയാണ്, അല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടി എഴുതുകയാണ്. അതുകൊണ്ട് തന്നെ ഈ എഴുത്തിൽ മിക്കവാറും എല്ലാ കാര്യങ്ങളും ഇസ്രായേലിനോട് ബന്ധപ്പെട്ടിട്ടാണ് സംസാരിക്കുന്നത്. അവരുടെ യാഗങ്ങൾ, അവരുടെ ന്യായപ്രമാണം എല്ലാം ചേർത്താണ് പൗലോസ്ലീഹൻ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് മനസ്സിലാക്കാൻ ഒരല്പം പ്രയാസം ഉണ്ട് താനും. കാരണം പഴയ നിയമത്തിലെ ന്യായപ്രമാണങ്ങളെക്കുറിച്ചും പഴയ നിയമത്തിലെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് വച്ചിരുന്ന സംവിധാനങ്ങളെക്കുറിച്ചും ഒരല്പം ജ്ഞാനമുണ്ടെങ്കിലേ നമുക്ക് ഇതിൻ്റെ ആഴം പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് മറ്റു തര ലേഖനങ്ങളെ പോലെ ഈ ലേഖനം അത്ര പെട്ടെന്ന് വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ ആവില്ല. 9-ാം അധ്യായം സംസാരിച്ചു വരുന്നത് ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആരാധനകളെക്കുറിച്ചും രക്ഷയ്ക്കുണ്ടായിരുന്ന പദ്ധതികളെക്കുറിച്ചും, അല്ലെങ്കിൽ സമാഗമന കൂടാരത്തെക്കുറിച്ചാണ് സംസാരിച്ചാരംഭിക്കുന്നത്. ആരംഭിച്ച് താഴേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിലൂടെ ലക്ഷ്യം ലഭ്യമായിരിക്കുന്ന നിത്യരക്ഷയെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞ് താഴേക്ക് വന്നിട്ട് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും അനുവർത്തിച്ചിരിക്കേണ്ട നിശ്ചയമാകുന്ന കാര്യത്തിലേക്ക് കൊണ്ടുവന്ന് പോയിന്റ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാണ്ടോ? ആദ്യ റൗണ്ടിൽ മുഴുവൻ സംസാരിച്ചു വരുന്നത് പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേലിനും നൽകിയിരുന്ന സമാഗമന കൂടാരത്തിലെ ആരാധനാ രീതികളെ കുറിച്ചാണ്. കുറച്ചുകൂടി മുൻപിലേക്ക് കടന്നു വന്നിട്ട് ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമായി വന്ന അതിലെ വ്യത്യാസത്തെ കുറിച്ചാണ്. നാട്ടുകാർക്ക് എല്ലാവർക്കും ആ രക്ഷയിലേക്ക് വരുവാൻ ലഭ്യമായിരിക്കുന്ന രക്ഷയെക്കുറിച്ചാണ്. ഏറ്റവും ഒടുവിൽ നമുക്കത് ലഭ്യമായില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന പ്രശ്നത്തെക്കുറിച്ചും സംസാരിച്ച് പൗലോസ് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം, ഇസ്രായേലിന് ദൈവം ആദ്യമായി കൊടുക്കുന്ന ആലയം സമാഗമന കൂടാരമായിരുന്നു. ഇസ്രായേലിന്റെ യാത്രയിലാണ് അത്തരത്തിലൊരു സമാഗമന കൂടാരം കർത്താവ് പറയുന്നത്. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 8-ാം വാക്യത്തിലാണ് ആ വിശദീകരണം കിടക്കുന്നത്. അവിടെ പറയുന്നത്, ഞാൻ അവരുടെ നടുവിൽ വസിക്കേണ്ടതിന് ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. കണ്ടോ, ദൈവം ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവരുന്ന വഴിക്ക് ഇസ്രായേലിനോട് കൂടെ വസിക്കാൻ പാകത്തിന് ദൈവം ഒരു ടെമ്പിൾ ആവശ്യപ്പെടുകയാണ്. എനിക്ക് അവരുടെ നടുവിൽ വസിക്കണം, അതിനുവേണ്ടി അവര് ഒരു ക്ഷേത്രം പണിയണം, അല്ലെങ്കിൽ ഒരു ടെമ്പിൾ അവർ പണിയണം. അതെന്തിനാണ് അവരെ കൊണ്ട് ടെമ്പിൾ പണിയിപ്പിച്ചത്? അത് പണിയിപ്പിച്ചാൽ മാത്രമേ കർത്താവിന് താമസിക്കാൻ പറ്റത്തുള്ളൂ എന്ന് ചോദിച്ചാൽ ഇല്ല. ആ ജനം ഇങ്ങോട്ട് പ്രതികരിക്കണം, കർത്താവേ നീ ഞങ്ങളുടെ നടുവിൽ വസിക്കുന്നത് ഞങ്ങൾക്ക് താല്പര്യമാണ്. ഇത് നമ്മൾ അങ്ങോട്ട് പ്രതികരിക്കണം. അതാണ് അതിനകത്തുള്ള പ്രത്യേകത. അല്ലാതെ ദൈവത്തിന് വേണ്ടി ഇവരൊരു ഷെഡ് വെച്ച് കൊടുത്താലേ കർത്താവിന് വരാൻ പറ്റത്തുള്ളൂ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ആരും കരുതുകയും ചെയ്തത് അല്ലേ. സമാഗമന കൂടാരത്തിന് കർത്താവ് കൃത്യമായ അളവുകൾ വെക്കുകയാണ്. എന്തിനാ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് അളവുകൾ ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആ അളവിൽ ഇയാൾ ഉണ്ടാക്കുന്നെങ്കിൽ, മോശ അത് ഉണ്ടാക്കുന്നെങ്കിൽ മാത്രമേ മോശയ്ക്ക് താല്പര്യമുള്ളൂ കർത്താവ് ഇവരുടെ നടുവിൽ വന്ന് വസിക്കുന്നത്. മനസ്സിലാണ്ടോ? ഇതിനു വേണ്ടി തന്നെയാണ് നമുക്ക് കുറെ നിയമങ്ങളും കർത്താവ് വെച്ചിരിക്കുന്നത്. ഈ നിയമങ്ങളെല്ലാം നമ്മൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നു, കർത്താവ് നമ്മളെടുക്കൽ ഇരുന്നേ പറ്റൂ എന്ന് നമുക്കൊരു നിർബന്ധമുണ്ട്, ഇല്ലേ? അല്ലാതെ അങ്ങനെ ആൾക്കാർ ചോദിക്കേണ്ട, അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ, ഇങ്ങനെ ചെയ്യേണ്ടതുണ്ടോ? ബൈബിൾ പറയുന്നത് അങ്ങനെ ചെയ്തേ മതിയാകൂ. കാരണം കർത്താവ് അങ്ങനെ പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പന അനുസരിക്കും, അല്ലേ? എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പന അനുസരിക്കും. ഞാൻ വരും ദിവസങ്ങളിൽ ഇതെല്ലാം കൂടി കണക്ട് ചെയ്ത് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. സ്വതന്ത്രം. അപ്പോ കർത്താവിനെ സ്നേഹിക്കുന്നു എങ്കിൽ അതിന്റെ റിഫ്ലക്ഷൻ നമ്മൾ വചനം അനുസരിക്കുന്നു എന്നുള്ളതാണ്. വചനം മേടിക്കാൻ എളുപ്പമാണ്. 10-200 രൂപ കൊടുത്താൽ ഒരു ബൈബിൾ നമുക്ക് മേടിക്കാൻ പറ്റുന്നതിനെ വീട്ടിൽ കൊണ്ട് വെറുതെ വെച്ചിരുന്നാൽ മതി. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇതിനെ ആയിരിക്കുന്നത് പോലെ അനുസരിക്കാൻ നമ്മൾ മനസ്സ് വെക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എനിക്ക് കർത്താവിനെ കൂടിയേ തീരൂ എന്നുള്ളതാണ്.
ഞാൻ പറഞ്ഞ് ഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? അല്ലേ? കർത്താവിനെ കൂടിയേ തീരുള്ളൂ എന്ന് എനിക്ക് ബോധ്യം വേണം. ആ ബോധ്യം അനുസരിച്ചിട്ടാണ് കർത്താവ് നമ്മളോട് ഇടപെടുന്നത്. അല്ലാതെ നമ്മളൊരു ഷെഡ് വെച്ച് കൊടുക്കണമെന്നോ നമ്മൾ സ്നാനപ്പെടണമെന്നോ ഒന്നും കർത്താവിന് വാസ്തവത്തിൽ ആവശ്യപ്പെടേണ്ടുന്ന കാര്യം ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ കർത്താവ് ആവശ്യപ്പെടുന്നതിന്റെ പുറകിലത്തെ ചേതോ വികാരം കർത്താവിനെ വേണം, എനിക്ക് നിർബന്ധമായി കർത്താവിനെ കൂടിയേ തീരൂ എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെന്ന് കർത്താവിന് ബോധ്യപ്പെടണം. അല്ലേ? അതാണ് നമുക്ക് ഭൂമിയിൽ ലഭ്യമാകേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രക്ഷ കഴിഞ്ഞാൽ നമുക്ക് ലഭ്യമാകേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നുള്ളതാണ്. അല്ലേ? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നുള്ളത് ചുമ്മാ ഇരുന്ന് ആർക്കും കർത്താവ് കൊടുക്കാറില്ല. അല്ലേ? അത് ചോദിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവിനെ കൂടാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊരു ബോധ്യം ഉണ്ടായിരുന്നവർക്ക് മാത്രമേ കർത്താവ് ആത്മാവിനെ കൊടുക്കത്തുള്ളൂ. ഈ ആത്മാവില്ലാതെയും നമുക്ക് സഭയിൽ മെമ്പറായിട്ടൊക്കെ ഇരിക്കാം, ഒരു കുഴപ്പമില്ല. ആരും ഇറക്കി വിടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അല്ലേ? ഒരുവിധം സ്നാനപ്പെട്ട സഭയിൽ നമുക്ക് മെമ്പറായിട്ട് ഇരിക്കാനൊക്കെ നിശ്ചയമായിട്ടും കഴിയും. അത്യാവശ്യം സ്തോത്ര കാഴ്ചയൊക്കെ ഇട്ട് സൂത്രത്തിൽ അങ്ങ് പോയാൽ മതി, ചർച്ചിലെ മെമ്പറായിട്ടിരിക്കാം. പക്ഷെ കർത്താവിന്റെ കാഹളത്തിൽ എടുക്കപ്പെടുകയോ സ്വർഗരാജ്യത്തിലേക്ക് കയറാൻ കഴിയുകയോ ചെയ്യില്ല. പ്രൈസ് ദി ലോർഡ്. മനപ്രയാസമുണ്ടോ? മനപ്രയാസപ്പെട്ടിട്ടൊന്നും വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈ കേസിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ രീതി അങ്ങനെയാണ്. സ്തോത്രം. അപ്പോ നിത്യരാജ്യത്തിൽ നമുക്ക് എത്തണമെങ്കിൽ രക്ഷ എന്നതിനോട് ചേർന്ന് നമുക്ക് ഉണ്ടാകേണ്ടുന്ന അത്യാവശ്യ കാര്യമാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്നത് തന്നെ ഇന്നിപ്പോൾ ആൾക്കാർക്ക് താല്പര്യമില്ല. അവരോട് അതിന്റെ ആവശ്യം എന്താണ്? നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ ആത്മാവ് വന്നു എന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. അങ്ങനെ ആത്മാവ് വരികയല്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരണം. അന്യഭാഷയിൽ കർത്താവിനെ ആരാധിക്കാൻ നമുക്ക് കഴിയണം. കൃപാവരങ്ങൾ നമ്മളിൽ ജ്വലിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു കൃപാവരമെങ്കിലും ഓരോരുത്തരിലും ജ്വലിച്ചേ മതിയാവുകയുള്ളൂ. അതാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകരപ്പെട്ടു എന്നതിന്റെ സ്പഷ്ടമായ തെളിവ്. ഇവിടെ വൈദ്യുതി ഇവരിങ്ങനെ ജനറേറ്റ് ചെയ്ത് ഓരോന്നിലേക്ക് ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലേ? ബോക്സിനകത്തേക്ക് വൈദ്യുതി വരുന്നു, അതിന്റെ കിരണങ്ങൾ വരുന്നു എന്നതിന്റെ തെളിവാണ് ഇത് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. മൈക്കിന്റെ കയ്യിൽ തന്നിരിക്കുന്നു, ഇതിനകത്ത് കൃത്യം അതിന്റെ അളവിന് അതിന്റെ ഓൾട്ടിൽ അവർ കൊടുത്തിരിക്കുന്ന എന്താ പറയാ വൈദ്യുതി വരുന്നു എന്നതിന്റെ ഉറപ്പാണ് ഈ സാധനം കൃത്യമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യാമറകളിൽ കൃത്യമായി അവർ കൊടുത്തിരിക്കുന്ന അളവനുസരിച്ചിട്ടുള്ള വൈദ്യുതി വരുന്നത് കൊണ്ടാണ് അവകൾ അതിന്റെ പണിയെടുക്കുന്നത്. അല്ലേ? ഫാൻ അതിന്റെ പണിയെടുക്കുന്നു, ലൈറ്റുകൾ ഓരോ അളവിലുള്ളത് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അനുസരിച്ച് അതിന്റെ അളവിൽ അത് പ്രകാശിക്കുന്നു. ഇതിലേതെങ്കിലും ഒന്ന് പ്രകാശിക്കാതിരിക്കുന്നു എങ്കിൽ അതിന്റെ കൃപാവരം അത് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. അല്ലേ? ഇവകളിൽ വൈദ്യുതി കൊടുത്തിട്ട് അത് പ്രകാശിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് നമ്മൾ കെട്ടിവെച്ചിട്ട് കാര്യം? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കൃപാവരവും ഇല്ല. അല്ലേ? എന്തിനാണ് പിന്നെ അതിന്റെ കാര്യം? ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നു എന്നാണ് എൻ്റെ ധാരണ. കാരണം നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ അറിയാൻ സംഭവം മനസ്സിലായി എന്ന്. അല്ലേ? മനസ്സിലായില്ലെങ്കിൽ ഇങ്ങനെ ഓളം വെച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങൾ ഓളം ഒന്നും വെക്കുന്നതിൽ വളരെ ഡീസൻ്റ് ആയിട്ടിരിക്കുകയാണ്. അതിന്റെ അർത്ഥം കഥ കുറച്ച് മനസ്സിലായി എന്നാണ് അതിന്റെ അർത്ഥം. ദൈവമക്കളെ, നമ്മൾ ദൈവമക്കൾ എന്ന് പറയുന്നത് ഈ കൃപാവരം നമ്മളിൽ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ്. സ്തോത്രം. ഇനി നമുക്ക് നേരെ മടങ്ങി പഴയ നിയമത്തിലേക്ക് പോകാം. പഴയ നിയമത്തിൽ കർത്താവ് ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ഇത്തരത്തിലൊരു വിശുദ്ധി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യം. നിങ്ങൾ ഇത്തരത്തിലൊരു കൂടാരം ചമയ്ക്കേണ്ടത് അത്യാവശ്യം. അതിനകത്ത് ഞാൻ വന്ന് പാർക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ പഴയ നിയമത്തിൽ കർത്താവ് ഇസ്രായേൽ മക്കളുടെ യാത്രയിൽ അവരോട് കൂടെ വസിക്കേണ്ടതിന് കർത്താവ് അവരെ കൊണ്ട് പണിയിപ്പിച്ചതാണ് ഈ പറഞ്ഞ സമാഗമന കൂടാരം. ഇസ്രായേൽ മക്കൾ കനാൻ നാട്ടിൽ എത്തിയതിന് ശേഷം ദീർഘനാളുകൾ അവർക്ക് ഈ സമാഗമന കൂടാരവും ഇല്ലായിരുന്നു, വേറെ ഒരാലയവും ഇല്ലായിരുന്നു. പിന്നീടാണ് ശലോമോനെ കൊണ്ട് കർത്താവ് അവിടെ ഒരു ആലയം പണിയിപ്പിക്കുന്നത്. ആ ആലയം പണിയുമ്പോൾ കർത്താവ് കൃത്യം ഉടമ്പടി വെച്ചു, നിങ്ങൾക്ക് ഏത് നിമിഷവും ഏത് പ്രശ്നത്തിനും എൻ്റെ അടുത്ത് വരാം, ഞാൻ ഇവിടെ ഇരിക്കും. ഇത്ര നല്ല ദൈവം നാട്ടിലെവിടെയുമില്ല. ഞാൻ പറഞ്ഞോ, നാട്ടിലെവിടെയുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ABC ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് ഉണ്ട്. ABC എന്ന് പറഞ്ഞിട്ട് ABC എന്ന് അടിക്കുമ്പോൾ തന്നെ അവരുടെ ന്യൂസ് വരും. മനസ്സിലാണ്ടോ? അവരെല്ലാവരും ഹൈന്ദവരാണ്. അവര് എന്താ പറയുക, സംഘികൾക്ക് വേണ്ടി സംസാരിക്കുന്നവരാണ്. അതിൽ നിന്നൊന്നും യാതൊരു വ്യത്യാസവും അവർക്കില്ല. പക്ഷേ അവർ ന്യൂസ് വായിക്കുമ്പോൾ ബൈബിൾ വെച്ചാണ് വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബൈബിളിലെ വാക്യം പറഞ്ഞാണ് അവരതിന്റെ വാർത്ത വിശദീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടു. അതിലവര് ബൈബിൾ വച്ചിട്ട് എനിക്ക് കുറെ നേരം കേട്ടോണ്ടിരുന്നപ്പോൾ തോന്നി ഇവർ സുവിശേഷം പ്രസംഗിക്കുകയാണോ എന്ന് എനിക്ക് തോന്നി. കാരണം അവര് ശരിക്കും ബൈബിളിലെ വാക്യം പറഞ്ഞ് ബൈബിളിലെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞ് ഇനി ഇതാണ് നടക്കാൻ പോകുന്നതെന്ന് നമ്മൾ പ്രസംഗിക്കുന്ന പോലെ അവർ വർത്തമാനം പറഞ്ഞു തുടങ്ങി. വെറും എന്താ പറയാ ജേർണലിസ്റ്റുകളാണ്. അവരവിടെ ഇരുന്ന് ന്യൂസ് അപഗ്രഥിക്കുകയാണ്. അതിനവർ പറയാനുണ്ടായ കാരണം, യെരുശലേമിൽ ഉണ്ടായിരുന്ന ദൈവാലയം നിങ്ങൾക്കറിയാം. ഈ ശലോമോനെ കൊണ്ട് ദൈവം പണിയിപ്പിച്ച ദൈവാലയം അത് പൊളിച്ചു കളഞ്ഞു. അത് പിൽക്കാലത്ത്
2-3 വട്ടം അത് പൊളിക്കുകയും പണിയും ഒക്കെ ചെയ്തു. കർത്താവിന്റെ കാലത്തും അങ്ങനെ ഒരു ദൈവാലയം അവിടെ ഉണ്ടായിരുന്നു. ഹെരോദാവ് പണിതത്. അത് പിന്നെയും പൊളിച്ചു കളഞ്ഞു. കർത്താവ് പറഞ്ഞത് കല്ലിന്റെ പുറത്ത് കല്ലുണ്ടാവില്ല എന്ന് പറഞ്ഞു. അത് AD 70 അത് പൊളിച്ചു കളഞ്ഞു. ആ ദൈവാലയം ഇരിക്കുന്ന സ്ഥലത്താണ് ഇന്ന് ഇസ്രായേലുകാർക്ക് പ്രവേശനമില്ലാത്തത്. വാസ്തവത്തിൽ ആ ഏരിയ അത്രയും ഇസ്രായേലിന്റെ പേരിലാണ്. പക്ഷേ ആ സ്ഥലത്ത് പ്രവേശിക്കാൻ ഇവർക്ക് അധികാരമില്ല. ആ ഏരിയ മൊത്തം ഇവരുടെ അധികാര പരിധിയിലാണ്. അവിടെ പ്രവേശിക്കാൻ ഇവർക്ക് അധികാരമില്ല. ഈ കഴിഞ്ഞ ഹമാസ് യുദ്ധം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1.5 കൊല്ലത്തിലധികമായി ഹമാസ് ഇസ്രായേൽ സംഘടന ഉഷാറായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു 180 പേര് പ്രവേശിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ടെമ്പിൾ മൗണ്ടിലേക്ക് പ്രവേശിച്ചു. ഇന്നലെ ഈസ്റ്റർ ദിനത്തിൽ 1000കണക്കിന് ആൾക്കാർ അതിനകത്തേക്ക് പ്രവേശിച്ചു. അതാണ് ഇപ്പോഴത്തെ ഹോട്ട് ന്യൂസ് എന്ന് പറയുന്നത്. 1000കണക്കിന് ആൾക്കാർ ചെല്ലാൻ പാടില്ലെന്ന് എന്ന് പറഞ്ഞാൽ അമുസ്ലിങ്ങൾ കാലുകുത്താൻ പാടില്ല എന്ന് പറഞ്ഞ് ആ സ്ഥലത്തേക്ക് കാലുകുത്തിയിരിക്കുകയാണ്. ഇത് ഒരു അപകടകരമായ ഒരു മുന്നറിയിപ്പാണ്. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അവിടെ മുഴുവൻ കൈവശമാക്കാൻ പോകുന്നു എന്നതിന്റെ ഒരു മുന്നറിയിപ്പാണ്. നിങ്ങൾക്കറിയാം 2023 ഒക്ടോബർ മാസം 7-ാം തീയതിയാണ് ഇപ്പോൾ നടക്കുന്ന യുദ്ധം ആരംഭിച്ചത്. ഉഷാറായിട്ട് ആ യുദ്ധം നടക്കുകയാണ്. 1000കണക്കിന് ആൾക്കാരെ ഇതിനോടകം ഇസ്രായേൽ കൊന്നുകളഞ്ഞു. അവരുടെ ക്യാമ്പുകൾ തകർത്ത് കളഞ്ഞു. ഹമാസിന്റെ നേതാക്കന്മാരെ നശിപ്പിച്ചു കളഞ്ഞു. ഹമാസിനെയും ഹൂതികളെയും ഹിസ്ബുള്ളയെയും ഒക്കെ നശിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടി നിന്ന ഇസ്ലാം തീവ്രവാദ സംഘടനകളെ ഏറെക്കുറെ മുഴുവൻ അവർ നശിപ്പിച്ചു. ഇപ്പോൾ അവർ പതിയെ കയറിയിരിക്കുന്നത് അലക്സ എന്ന് പറയുന്ന ദൈവാലയം ഇരിക്കുന്ന ആ സ്ഥലത്തേക്കാണ്. അവിടേക്കാണ് ഇവർ പ്രവേശിക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 7-8 കൊല്ലമായിട്ട് ഇസ്രായേൽ വെയിറ്റ് ചെയ്യുന്നത് അവിടെ ഒരു ദൈവാലയം പണിയാൻ വേണ്ടിയിട്ടാണ്. 1948 തൊട്ടേ നോട്ടമുണ്ട്. പക്ഷെ ഒരു 7-8 കൊല്ലമായിട്ട് അവർ സ്ട്രോങ് ആയിട്ട് അവിടെ പണിയാനുള്ള തത്രപ്പാടിലാണ്. അങ്ങനെ ഒരു ദൈവാലയം ഉണ്ടാകുന്നു എങ്കിൽ ആ ദൈവാലയം ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്ക് ഇവിടം വിട്ട് പോകേണ്ടതായി വരും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക്? നമുക്ക് ഇവിടം വിട്ട് പോകേണ്ടതായിട്ട് വരും. അത് കണക്കാക്കിയാണ് അവർ യുദ്ധത്തിലേക്ക്. ഇപ്പൊ യുദ്ധത്തിനൊന്നും ആരും തയ്യാറാകുന്നില്ലെന്നാണ് രസകരം. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ 150 രൂപ അവിടെ കയറി ആരും മിണ്ടുന്നില്ല. സൗദി അറേബ്യ മിണ്ടുന്നില്ല, ജോർദാൻ മിണ്ടുന്നില്ല, ഈജിപ്റ്റ് മിണ്ടുന്നില്ല, ഇറാൻ മിണ്ടുന്നില്ല, ആരും മിണ്ടുന്നില്ല. കാരണം എന്തോ ചെയ്തുകൊണ്ട് പോയി എന്ന മട്ടിനിരിക്കുന്നു എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ഇത് ഇസ്രായേലിന് വിപത്തുണ്ടാക്കും. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ സകല ഇസ്ലാമിക രാജ്യങ്ങളും ഒരുമിച്ച് നിന്ന് ഇസ്രായേലിനെതിരെ ഉഷാറായിട്ട് യുദ്ധം നടത്തുമെന്നതിന് സംശയം വേണ്ട. ഇപ്പൊ ഇവര് ABC ന്യൂസുകാർ പറയുന്നത് 3 പേരെ ദൈവം ഇപ്പോൾ എടുത്തുപയോഗിക്കുകയാണ്. 3 ആൾക്കാരെ. ഒന്ന് ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ എടുത്തുപയോഗിക്കുന്നു. 2 അയാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഉപയോഗിക്കുന്നു. 3 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപയോഗിക്കുന്നു. ഈ പറയുന്ന കാര്യമൊക്കെ വളരെ കറക്റ്റാണ്. ഇവരുടെ വിലയിരുത്തലുകളെല്ലാം വളരെ കറക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ ഈ നാശം ഉണ്ടായാൽ എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാമിനെതിരെയുള്ള ഇസ്രായേലിന്റെ മുന്നേറ്റം നമ്മുടെ ഇന്ത്യ അടക്കം സപ്പോർട്ട് ചെയ്താൽ താമസിയാതെ ഇന്ത്യക്കും ഇതിന്റെ വില കൊടുക്കേണ്ടതായി വരും. ഞാൻ പറഞ്ഞത് മനസ്സിലാണ്ടോ? ഇന്ത്യക്കും വില കൊടുക്കേണ്ടതായി വരും. അത് ഏത് റേഞ്ചിൽ പോകുമെന്നൊന്നും ഇപ്പൊ നമുക്ക് പരാമർശിക്കുക സാധ്യമല്ല. നല്ല നിലയിൽ നമ്മൾ വില കൊടുക്കേണ്ടി വരും. നമുക്കറിയാം ഇവിടെ PFI എന്ന് പറഞ്ഞിട്ടൊരു തീവ്രവാദ സംഘടനയെ നിർത്തലാക്കിയതും ഇപ്പോൾ വഖഫ് എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം നടക്കുന്നതും ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാനത് വിശദീകരിക്കാൻ ഒന്നും താല്പര്യപ്പെടുന്നില്ല. ഇതെല്ലാം ഒരേറിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളാണ്. ഇത് ലോകരാഷ്ട്രം അമേരിക്കയിൽ ഇതേ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വഖഫിനെതിരെ അമേരിക്കയിലും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളും എന്ന് പറഞ്ഞാൽ കാനഡ അടക്കം UK അടക്കം പല രാജ്യങ്ങളും ഈ ഒരു ഗ്രൂപ്പിനെ മാറ്റി നിർത്താൻ വേണ്ടിയുള്ള തീവ്ര ശ്രമത്തിലാണ്. പക്ഷേ അത് സാധിക്കില്ല. അവരൊരൽപ്പം പതുങ്ങിയതിന് ശേഷം ഇരട്ടി ശക്തിയോടെ അവർ യുദ്ധത്തിലേക്ക് മടങ്ങി വരും. അത് മടങ്ങി വരുന്നത് ഒരുപാട് ദിവസമൊന്നും എടുക്കാൻ സാധ്യതയില്ല. നമ്മൾ ഇന്ന് കാണുന്ന വാർത്ത പോലെ എല്ലാം നിലംപരിശായി എല്ലാം തീർന്നുപോയി എന്നൊന്നും ആരും കരുതണ്ട. നിശ്ചയമായും ഒരു സുപ്രഭാതത്തിൽ വളരെ പെട്ടെന്ന് ഈ ശക്തി ലോകം ഭരിക്കാൻ എഴുന്നേറ്റ് വരുമെന്നതിന് യാതൊരു സംശയവും വേണ്ട. അതിന് തൊട്ട് മുമ്പ് നമുക്ക് ഈ നാട് വിടേണ്ടതായി വരും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ലോകം മുഴുവൻ സമാധാനം ഉണ്ടായി എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ. ഹമാസിനെ ഒതുക്കിയതോടുകൂടി, ട്രംപ് വന്നതോടുകൂടി, ഇന്ത്യയിൽ മോദി 3-ാം വട്ടം വന്നതോടുകൂടി
ലോകത്തിന് സമാധാനം ഉണ്ടായി എന്നാണ് ഇവരുടെ വയ്പ്. നിങ്ങളൊരു കാര്യം അറിയണം, സമാധാനം സമാധാനം എന്ന് പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് പോലെ എന്നാണ് വിശുദ്ധ വേദ പുസ്തകം പറയുന്നത്. ദൈവമക്കളായി എന്നെ കേൾക്കുന്ന ആരും കാര്യങ്ങളെല്ലാം സമാധാനമായി പോകുന്നു എന്നും വെച്ച് മൂടിക്കിടന്ന് ഉറങ്ങരുത്. ഇവിടെ കിടന്നു പോകും. മനസ്സിലാകുന്നുണ്ടോ? ശ്വാസം വിടാതിരിക്കുന്നു അല്ലേ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ ആരും ആ ഒരു പ്രതീക്ഷയിൽ ഇരിക്കരുത്. കാര്യങ്ങളെല്ലാം ശാന്തമായി, പ്രശ്നങ്ങളെല്ലാം ഓക്കെ ആയി, ഇനി പേടിക്കാനൊന്നുമില്ല എന്നും വെച്ച് നിങ്ങൾ ശാന്തരായിട്ടിരിക്കരുത്. വളരെ ഗൗരവത്തോടെ ഒരുക്കത്തോടെ നമ്മൾ ഇരിക്കണം. അറ്റ് എനി ടൈം നമ്മുടെ കർത്താവിന്റെ കാഹളം ധ്വനിക്കും. അത്ര ക്രമീകരണത്തിലാണ് ലോക ചരിത്രം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ബൈബിൾ വാക്യങ്ങൾ വെച്ച് ഞാൻ വരും ദിവസം നാളെ മറ്റന്നാളൊക്കെ സംസാരിച്ചോളാം. സ്തോത്രം. നിങ്ങൾ വളരെ ഗൗരവത്തോടെ ആ കാര്യം അറിയണം, അറിയാതിരിക്കരുത്. സ്തോത്രം. സഖര്യാവ് പറഞ്ഞതായാലും എഹെസ്കേൽ പറഞ്ഞതായാലും യെശയ്യാവ് പറഞ്ഞതായാലും ഏറ്റവും ഒടുവിൽ മലാഖി പറഞ്ഞു വെച്ചതായാലും ഏറ്റവും അവസാനം എന്താ പറയാ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ പറഞ്ഞു വെച്ചതായാലും എല്ലാം അക്ഷരാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏറ്റവും തെളിവായി കർത്താവ് പറഞ്ഞത്, എന്റെ വരവിന് മുമ്പ് വിശ്വാസം കണ്ടെത്തില്ലെന്നാ പറഞ്ഞേ. ഞാൻ പറഞ്ഞു മനസ്സിലാണ്ടോ? ഞാൻ കഴിഞ്ഞിടയ്ക്ക് എവിടെയോ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വിശ്വാസം കണ്ടെത്തില്ല എന്നതിനേക്കാൾ ഉപരി വിശ്വാസിയെ കണ്ടെത്തില്ല എന്നുള്ളതാണ് പ്രശ്നം. ശരിയല്ലേ? അല്ലേ? വിശ്വാസവും കണ്ടെത്താനില്ല, ഇപ്പോ വിശ്വാസിയും കണ്ടെത്താനില്ലെന്നുള്ള മട്ടിലേക്ക് കഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താൻ പറ്റുമോ? ഒരു 20 കൊല്ലത്തിന് മുമ്പ് നമുക്കുണ്ടായിരുന്ന വിശ്വാസം ഇപ്പോഴുണ്ടോ? അതോ നമ്മൾ മറ്റൊരു സൈസിൽ മോൾഡായി കഴിഞ്ഞോ? നമ്മൾ ഒരിക്കലും ചിലപ്പോൾ വിശ്വാസം വിട്ടുപോകത്തില്ല എന്ന് പറഞ്ഞാൽ സഭ വിട്ടുപോകത്തില്ല, അതിൽ വലിയ കാര്യമൊന്നുമില്ല. സ്തോത്രം. അക്കരയ്ക്ക് പറക്കുമോ എന്നുള്ളതാണ് വിഷയം, ബാക്കിയെല്ലാം സെക്കൻഡറി ആണ്, അല്ലേ? ചിലർ പറയും ഞാൻ ചത്താലും ഞാൻ ഇങ്ങനെ തന്നെ, അതിൽ കഥയൊന്നുമില്ല, അല്ലേ? കർത്താവ് വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് മെയിൻ ഇഷ്യൂ. കർത്താവ് വരുമ്പോൾ അക്കരയ്ക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ നമ്മുടെ ഓട്ടം മുഴുവൻ വേസ്റ്റായി മാറും. സ്തോത്രം. അക്കാര്യം വളരെ എന്താ പറയുക കണിശമായി പൗലോസ് ഇവിടെ ഊന്നി പറഞ്ഞേച്ച് പറയുകയാണ്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യന് നിയമിച്ചിരിക്കുകയാണ്. ഈ നിയമനത്തിൽ നിന്ന് മാറാൻ നമുക്കാർക്കും സാധിക്കില്ല. ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ നിയമനത്തിൽ നിന്ന് മാറാൻ നമുക്കാർക്കും സാധിക്കില്ല. ഇപ്പോ പത്രം വായിക്കുന്നവർക്കും അല്ലെങ്കിൽ എന്താ പറയുക ന്യൂസ് വായിക്കുന്നവർക്കും പോലും ബോധ്യമായി ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണ്, അവർക്ക് കൃത്യമായിട്ട് ബോധ്യമാണ്. പക്ഷെ നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയവർ മാനസാന്തരപ്പെടുമോ എന്നെനിക്കറിയില്ല. കാരണം ഗാന്ധിയും വിവേകാനന്ദനും എല്ലാം നമ്മൾ അറിഞ്ഞതിനേക്കാൾ അധികം യേശുവിനെ പറ്റി അറിഞ്ഞിരുന്നു. അവരുടെ എഴുത്തുകളിൽ അവർ യേശുവിനെ കുറിച്ച് കൂടുതൽ പ്രകീർത്തിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവരാരും മാനസാന്തരപ്പെട്ടിട്ടില്ല. സ്തോത്രം. നമ്മളൊക്കെ മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്നു, സ്നാനപ്പെട്ടു എന്ന് പറയുന്നു. 2ഉം 3ഉം സ്നാനപ്പെട്ട ആൾക്കാരും ഉണ്ട്, അല്ലേ? കൊച്ചിലെ തളിച്ചവരും വലുതായിട്ട് കുളിച്ചവരും പിന്നീട് ചൂടുവെള്ളത്തിൽ കുളിച്ചവരും ഒക്കെയുണ്ട്. പക്ഷേ കർത്താവിന്റെ കാഹളത്തിൽ നമുക്ക് പോകാനാകുമെന്ന് ഉറപ്പുവരുത്തുകയാണ് വേണ്ടത്. ആ ഉറപ്പില്ലാതെ നമ്മൾ മെനക്കെട്ടാൽ ഒരിക്കൽ മരിക്കുകയും അതിനോട് തുടർമാനമായി വരുന്ന ന്യായവിധിയിൽ നമ്മൾ കുടുങ്ങും. മരിച്ചേ പറ്റൂ. അതിനിപ്പോൾ നമ്മൾ വേറെ ഒന്നും റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. എന്തായാലും മരിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. 2050-നും 2060-നും ഇടയ്ക്കാണ് എനിക്ക് മരിക്കേണ്ടി വരിക. ഞാൻ ലിസ്റ്റ് ഇട്ട് വെച്ചിട്ട് ജീവിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേറെ എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് മരിക്കില്ലെന്നല്ല, അല്ലേ? അതിനു മുമ്പ് പഞ്ചസാര മേലോട്ടും താഴോട്ടും എങ്ങും പോകാതെ ഒരുവിധം മര്യാദയ്ക്ക് നിന്നാൽ കുഴപ്പമില്ലാതെ പോകും, അല്ലേ? പിന്നെ വേറെ എന്തൊക്കെയോ കുഴപ്പമുണ്ട്. കുറെ ഗുളികയൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്, ഡോക്ടേഴ്സ് പറഞ്ഞനുസരിച്ച് കുറെ ഗുളികയൊക്കെ കഴിക്കുന്നുണ്ട്. ഇത് ഇവർ എന്ത് കഴിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇത് എപ്പോഴും വേണോ മേലോട്ടും താഴോട്ടൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിനകത്തൊന്നും വലിയ കഥ, കാരണം ഞാനിപ്പോൾ ഡോക്ടേഴ്സോട്ട് വളരെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ച് വന്നപ്പോഴാണ് ഇതിനകത്തൊന്നും വലിയ കഥയൊന്നുമില്ല. കാരണം ഇവർക്ക് തന്നെ ഇതിനെക്കുറിച്ച് വലിയ ബോധ്യമില്ലെന്നുള്ളതാണ് ഇതിന്റെ രസകരമായ സംഭവം. ഞാൻ വെറുതെ മനസ്സിലായിട്ടോ, അതിന്റെ രസകരമായ സംഭവം അതാണ്, അല്ലേ? ഇന്നിപ്പോ ഞാൻ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ അയാളുടെ അടുത്ത് പറയാണ്, ഹാർട്ടിന്റെ ഒരു ബ്ലോക്ക് ഒരിടത്തുണ്ടെങ്കിൽ അവരത് വാച്ച് ചെയ്ത് നോക്കിയിട്ട് ആ ബ്ലോക്കിന്റെ അപ്പുറത്തോട്ടുള്ള ഹാർട്ടിന്റെ ഭാഗം നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നേരത്തെ തന്നെ അങ്ങോട്ട് രക്തം ഓടാതെ നശിച്ചു പോയിട്ടുണ്ടാവാം. അത് നമുക്ക് ശരീരത്തിൽ അറിയാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ ചെക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഇപ്പുറത്ത് ഒരു ബ്ലോക്ക് കാണുന്നുണ്ടെങ്കിൽ ഇവർ അതിന്റെ അപ്പുറത്ത് നോക്കും. ഇതിനെ തുറന്നു വിട്ടിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് നോക്കും. തുറന്നു വിട്ടിട്ട് കാര്യമില്ലെങ്കിൽ അത് തുറക്കാൻ നിൽക്കില്ല.
ഞാൻ പറഞ്ഞോ. അപ്പൊ ഞാൻ ഇവരായിട്ട് ഈ ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിക്കുമ്പോഴാണ് പറഞ്ഞത്, നോർമൽ മനുഷ്യനും ഒരു 40% ഹാർട്ട് വർക്ക് ചെയ്യില്ലെന്നാണ് അവർ പറയുന്നത്. മനസ്സിലാണ്ടോ? ബാക്കി 60% വർക്ക് ചെയ്യുന്നത്. അതിലൊരു 20 കൂടി വർക്കാവാതെ വരുമ്പോഴാണ് കൈകാല് പെരുക്കുന്നതും അങ്ങനെ ചെറിയ പ്രയാസം ഉണ്ടാകുന്നതാണ് അവർ പറയുന്നത്. ഇതില് ഓരോ ടെസ്റ്റുകളും ഉണ്ട്. ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്, എക്കോ ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്, വേറെ കുറെ ടെസ്റ്റുകളുണ്ട്. ഈ ടെസ്റ്റുകളിൽ ഒന്നും വാസ്തവത്തിലെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്താനാവില്ല എന്ന്. അടുത്ത ആൻജിയോഗ്രാം ചെയ്താൽ കണ്ടെത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതും കണ്ടെത്താൻ പറ്റില്ല. വലിയ ലൈനിൽ പ്രശ്നം ഉണ്ടെങ്കിലേ കണ്ടെത്താൻ പറ്റത്തുള്ളൂ. ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചു, വാസ്തവത്തിൽ ഇതെന്താണ്? അവർ പറഞ്ഞു, ഇതൊരു ഉദ്ദേശത്തിലെ കളിയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാണ്ടോ? ഇതൊരു ഉദ്ദേശത്തിലെ കളിയാണ്. ഞാനിങ്ങനെ നന്ദപ്പെട്ടു പോയി. എൻ്റെ വേണ്ടപ്പെട്ട ഒരാളിന് ഈ ദിവസങ്ങളിൽ ആൻജിയോഗ്രാമും കാര്യങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എൻ്റെ അടുത്ത് അവർ സംസാരിക്കുക, അവർ പറയാണ്, ആൻജിയോഗ്രാം ചെയ്ത് നോക്കാം, കൃത്യമായൊരു ബ്ലോക്ക് കണ്ടാൽ അതിനെ ഓപ്പൺ ചെയ്ത് അവിടെ സ്റ്റെൻഡ് ഇടേണ്ടി വരും. അങ്ങനെ ചെയ്താൽ ഒരു ബ്ലോക്കിന് 1.25 ലക്ഷം രൂപ. അങ്ങനെ 4 എണ്ണം ഉണ്ടെങ്കിൽ അവർ രക്ഷപ്പെട്ടു. എന്നിട്ടും അവരിത് ഓപ്പണിങ്ങിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അവർ പറയാണ്, ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാ പിന്നെ ചെയ്യാതിരിക്കണ്ടേ? എന്നാ പിന്നെ ചെയ്തേക്കാം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലുണ്ടോ? നമ്മൾ ഇവരിലെല്ലാം വിശ്വസിക്കുകയാണ്, ഇവരെ കൊണ്ട് എല്ലാം ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ 100% വിശ്വസിക്കുകയാണ്. അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഞാനിതിന് ആ ഒരു ഭാഗം പറഞ്ഞു വെച്ചതെന്ന് ചോദിച്ചാൽ, വചനത്തിൽ പറഞ്ഞല്ലേ, ചിലർ മനുഷ്യരിൽ ആശ്രയിക്കുന്നു, ചിലർ രഥങ്ങളിൽ ആശ്രയിക്കുന്നു, ചിലർ കുതിരകളിൽ ആശ്രയിക്കുന്നു. സ്വത്രം ആശ്രയിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഒരു കാര്യം ഉറപ്പിച്ചു വെച്ചിരിക്കണം, ഈ മരണം നീട്ടാനും പറ്റത്തില്ല, മരണം വേണ്ടാന്ന് വെക്കാനും പറ്റത്തില്ല. ഒരിക്കൽ മരിക്കയും. അതിനകത്ത് വേറെ ഒരു കളിയും നടക്കത്തില്ല. ഏത് ഡോക്ടറായാലും അത് മരിച്ചേ പറ്റത്തുള്ളൂ. നമ്മൾ എന്ത് സംഭവമാണെന്ന് പറഞ്ഞാലും ഇത് ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലേ? നമ്മുടെ ആൾക്കാരൊക്കെ ഒരു ചെറിയ പ്രശ്നം വന്നു കഴിയുമ്പോൾ പിന്നെ ഭയങ്കര പഥ്യമാണ്, അല്ലേ? ഇനി പഞ്ചസാര തൊടുകയില്ല, ഉപ്പ് തൊടുകയില്ല, പായസം തൊടുകയില്ല. ഒരു 5-6 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇതിന്റെ പ്രയാസം മാറി കഴിയുമ്പോൾ പിന്നെ അറിയാതെ നമ്മൾ തൊട്ടോളും. ഇനി തൊടാതിരുന്നാലും എത്ര കാലമായിരിക്കും? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലുണ്ട്. ഇത് തൊടാതിരുന്നാലും എത്ര കാലം ഇരിക്കുമെന്ന് എന്റെ ചോദ്യം. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നാൽ 70-80 റേഞ്ചിലാണ് ചാകുന്നതെങ്കിൽ 2050-നും 60-നും ഇടയ്ക്ക് ചാകേണ്ടി വരുമെന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ കണക്ക് കൂട്ടി നോക്കണം. മനസ്സിലാകുന്നുണ്ടോ? ആരെ ചുമ്മാ നടക്കരുത്. വെറുതെ ഇരിക്കുമ്പോൾ കണക്ക് കൂട്ടി നോക്കണം. നമ്മൾ എത്ര കാലം നിൽക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ഐഡിയ വേണം. അല്ലാതെ ഇവിടെ മുഴുവൻ കാലം ഇവിടെ നിൽക്കാൻ പോവാണ്, എല്ലാവരും മരിച്ചാലും നമ്മൾ ഇവിടെ ഉണ്ടാകും എന്നുള്ള തെറ്റിദ്ധാരണയിൽ ജീവിക്കരുത്. നമ്മൾ ഇവിടെ നിന്ന് ഏത് നിമിഷവും പോകാനുള്ളവരാണെന്ന ബോധ്യം കൃത്യമായിട്ട് വേണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും 2100-നകത്ത് പോയേ തീരൂ. 2050-നകത്ത് ഇതിനകത്തിരിക്കുന്ന ഒരു 10-60% പോണം. 2030-നകത്ത് പോകേണ്ട ഒരുപാട് പേര് ഇതിനകത്തിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാണ്ടോ? ഈ നമ്മൾ പറയും പ്രായം നോക്കിയിട്ടാണെന്നൊക്കെ നമ്മൾ പറയും. ഇതിൽ പ്രായമൊന്നുമില്ല, അല്ലേ? നമ്മൾ പോയ അതിന് ടെൻഷൻ ഒന്നും പിടിക്കേണ്ട കാര്യമില്ല. ചെല്ലാനുള്ള സ്ഥലത്തേക്കുള്ള ഫുൾ ടിക്കറ്റ്, അല്ലെ, അവിടത്തേക്കുള്ള എൻട്രി പാസ് എല്ലാം തയ്യാറാക്കിയിരിക്കുക അറ്റ് എനി ടൈം, അല്ലെ? കഴിഞ്ഞ ദിവസം ഞങ്ങള് ഒരു ആവശ്യത്തിന് ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു നഴ്സ് എന്നെ കണ്ടിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, എന്താണ് വിഷയം? അവിടുത്തെ ഒരു സ്റ്റാഫിന്റെ മകന് 14 വയസ്സുണ്ട്, അവന് കാല് ഭയങ്കര വേദന. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് അവരെന്നിട്ടോ മരുന്ന് കൊടുത്തു, മരുന്ന് അങ്ങോട്ട് ഏറ്റില്ല. അടുത്ത മരുന്നുകളിലേക്ക് പോയി, നേരെ RCC വരെ പോകേണ്ടി വന്നു. ഒടുവിൽ തിരിച്ചറിഞ്ഞു ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞു. പിന്നീടത്തെ ചെക്കിങ്ങിൽ അവർ വച്ചിരിക്കുന്നത് ബോണിനാണോ ബോൺ മാരോയ്ക്കാണോ എന്നുള്ളതാണ് പ്രശ്നം, മജ്ജയ്ക്കാണോ എല്ലിനാണോ എന്നുള്ളത് മാത്രം കണ്ടെത്തിയാൽ മതി. വെറും 14 വയസ്സാണ്. ആ കുടുംബത്തിന്റെ സംവിധാനം മുഴുവൻ മലക്കം മറിയും. പറഞ്ഞ മനസ്സിലെന്നുണ്ടോ? ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് അറിയുന്നതാണ്. നിങ്ങൾ തിരിച്ചറിയണം. അമ്മാതിരി 14 വയസ്സുകാരൻ ക്യാൻസർ ബാധിച്ച് മരിച്ചവനെ ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലുണ്ടോ? അതുകൊണ്ട് ഞാൻ ഈ കാര്യം പറയുന്നത്, ഇത് വളരെ ഗൗരവമുള്ള കാര്യം. ഇക്കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ ഈ മണ്ണിന്റെ പുറത്ത് ജീവിക്കാൻ. സ്വത്രം ഇവിടുത്തെ വലിയ സംഭവമാണ്, നമ്മൾ ആരും കരുതരുത്. പൗലോസ് ക്ലീൻ പോയിന്റ് ഇട്ട് പറയാണ്, ഒരിക്കൽ മരിക്കുകയും മാറ്റാൻ ആർക്കും ആവില്ല, ഓരോ എവിടേക്കും നീക്കി വെക്കാനൊക്കെ ഇല്ല, മരിച്ചേ പറ്റൂ. കാരണം മരണത്തെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, അത് അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്, മരണം നിയമിച്ചു വെച്ചിരിക്കുകയാണ്, മാറ്റാൻ പറ്റത്തില്ല. എല്ലാവരും ഇവിടെ മരിച്ചേ തീരൂ എങ്കിൽ അതിനോട് ചേർന്ന് വരുന്ന സ്വത്രം അടുത്ത് പറയുന്ന കാര്യമാണ് ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചു വെച്ചിരിക്കുകയാണ്. വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും നിയമിച്ചിരിക്കയാൽ എങ്ങനെയാണ് ഈ മരണം
മനുഷ്യന്റെ ഇടയിലേക്ക് വന്നുപെട്ടത്. അല്ലെ? ഈ മരണമാണ് എല്ലാവരെയും ഗ്രസിച്ചിരിക്കുന്ന ഏറ്റവും വല്ലാത്തൊരു പ്രശ്നം. അല്ലെ? ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ പഠിച്ച പണി മുഴുവൻ നോക്കുന്നുണ്ട്. ബട്ട് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. നടക്കുന്ന കാര്യമേ ഇല്ല. സ്തോത്രം. മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പലർക്കും പല കോൺസെപ്റ്റുകളാണ്. ഞാൻ ഞെട്ടിപ്പോയത്, ഇന്ന് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ഒരു ആവശ്യമായിട്ട് കുറച്ച് നേരം ഞങ്ങൾ നിൽക്കേണ്ടി വന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഒരു സിസ്റ്റർ വരികയാണ്, ഹോസ്പിറ്റലിൽ ഒരു സിസ്റ്റർ നടന്നു വരികയാണ്. അപ്പൊ അവര് തലയിലൊരു പ്രത്യേക രീതിയിലാണ് ഈ ഇതിട്ടിരിക്കുന്നത്, എന്താ പറയാ, ശിരോവസ്ത്രം ഇട്ടിരിക്കുന്നത്. മുഖം മുഴുവൻ ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ കെട്ടി, ഈ മുഖം മാത്രം കാണാം, ബാക്കി ഇങ്ങനെ ക്ലോസ് ചെയ്ത് കെട്ടിയിട്ട് ഈ ശിരോവസ്ത്രം വേറൊരു പ്രത്യേക രീതിയിൽ ഇട്ടിട്ട് മേല് മുഴുവൻ ഒരു കറുത്ത വസ്ത്രം കൊണ്ട് മൂടിയിരിക്കുകയാണ്. അപ്പൊ അത് ഏത് ഗ്രൂപ്പിൽ പെട്ടാണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാനിങ്ങനെ സൈഡിൽ നിൽക്കുകയാണ്, എൻ്റെ കൂടെ നിൽക്കുന്ന സഹോദരനോട് ഞാനിങ്ങനെ സംസാരിക്കുകയാണ്. ഒരു വിശ്വാസത്തിന്റെ പേരിൽ ഒരാൾ ചെയ്യുന്നൊരു കാര്യമാണ്. ഒറ്റ വിശ്വാസത്തിന്റെ പേരിൽ അവർ ചെയ്യുന്ന കാര്യമാണ്. അടുത്ത് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ ബാക്കിൽ വേറെ മുഴുവൻ നമ്മുടെ അബായ, എന്താ പറയാ, പർദ ധരിച്ചിരിക്കുന്ന ഒരു 4-5 പേര് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ എൻ്റെ കൂടെ ആളുടെ അടുത്ത് നോക്കി ബാക്കിൽ തിരിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തിരിഞ്ഞിട്ട് പറഞ്ഞു, ഇതും ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി ഒരാൾ തല എല്ലാം കൂടി മൂടി പറക്കിട്ട് എല്ലാം കൂടി വേറൊരു പ്രത്യേക രീതിയിൽ മൂടി. എനിക്ക് അവരെ കണ്ടപ്പോൾ വിഷമം തോന്നി. കാരണം ഞങ്ങൾക്ക് ഈ പാന്റ് ഷർട്ട് ഇട്ടിട്ട് തന്നെ എനിക്കൊണ്ട് ഞാൻ ടീഷർട്ടാണ് ഇട്ടിരുന്നതെന്ന് തോന്നുന്നു. ഭയങ്കര ചൂടാണ്, നിൽക്കാൻ പറ്റുന്നില്ല. ഇവരിതെല്ലാം കൂടെ മൂടി ഒരു കാറ്റും പിടിക്കാത്ത രീതിക്ക് ഇവരെങ്ങനെ ജീവിക്കുന്നെന്ന് അറിയാൻ പാടില്ല. ഒരു വിശ്വാസത്തിന്റെ പേരിലാണ്. സ്തോത്രം. നിസ്സാരം എന്ന് നമ്മൾ കരുതും. അവരുടെ ജീവിതം അവർ മാറ്റി വെച്ചിരിക്കുകയാണ്. കല്യാണം കഴിക്കാൻ പോലും അവർ തയ്യാറല്ല. മറ്റൊരു ഗ്രൂപ്പ് മുഴുവൻ പർദ്ദ മൂടി, ശരീരം മുഴുവൻ തുണി മൂടി അവർ നടക്കുകയാണ്. നമ്മൾ വിചാരിക്കും നിസ്സാരം എന്ന് വിചാരിക്കും. ഞാൻ ഹോസ്പിറ്റലിന്റെ ഒരു വാർഡിന്റെ അടുത്തിരുന്ന് നോക്കുമ്പോൾ ഒരമ്മച്ചി എൻ്റെ അടുത്ത് ഇങ്ങനെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഒരു എന്താ പറയാ, ഒരു ഹാർട്ട് ഓപ്പറേഷൻ നിങ്ങളുടെ കൊണ്ടുവന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അമ്മച്ചി ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ്. അമ്മച്ചിക്ക് ഒരു ഞാൻ എൻ്റെ അടുത്തിരുന്ന ആളുടെ അടുത്ത് പറഞ്ഞു, 200 വയസ്സ് വരും എന്ന് പറഞ്ഞാൽ ഉണങ്ങി അങ്ങ് എന്തോ കായ ഉണങ്ങും പോലെയായി അമ്മച്ചി. പക്ഷേ ഞാനിങ്ങനെ ഇരിക്കുകയാണ്, അടുത്തിങ്ങനെ സ്ട്രക്ചറിലാണ് അമ്മച്ചി കിടക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ അമ്മച്ചി 2 കൈ ഇങ്ങനെ പൊക്കി വെച്ച് കൊന്ത ഇങ്ങനെ എണ്ണി വിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു വിശ്വാസം! ഞാൻ വീഡിയോ എടുത്തു, എൻ്റെ വീഡിയോ ഉണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇത്രയും അറ്റം പറ്റിയ അമ്മച്ചി ഇനിയും പ്രാർത്ഥിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ കിടക്കാൻ വേണ്ടി. എന്തിനാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അവരുടെ വിശ്വാസം നിങ്ങൾ ആലോചിക്കുകയെ. ഞാൻ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ വയനാടായിരുന്നു. ഞാൻ അവിടെ മീറ്റിങ്ങിന് പോയി. രാവിലെ ഞങ്ങൾ വെളുപ്പിന് 4:30 മണി കഴിഞ്ഞ് ഞങ്ങൾ ഒരു സ്ഥലത്തെത്തുമ്പോൾ, എനിക്ക് തോന്നുന്നു മലപ്പുറം കഴിഞ്ഞ് ഇവിടെ ഒരു സ്ഥലത്ത് ഞങ്ങൾ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഒരു വലിയ വണ്ടി നിറച്ച് ഇസ്ലാമിക വിശ്വാസികൾ അവിടെ വന്നു. അതിലുള്ള എല്ലാവരും അവിടെ നിറങ്ങി, ആ വണ്ടിയിൽ നിറങ്ങി എല്ലാവരും ശുചീകരണ പരിപാടികളും പ്രാർത്ഥനയുമായിട്ട് പോവുകയാണ്. ഞാൻ ചിന്തിച്ചു പോയി, നമ്മൾ ടൂറിന് പോയാൽ വണ്ടിക്കകത്ത് പോലും പ്രാർത്ഥിക്കത്തില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലുണ്ടോ? എല്ലാവരും പോയി അവരുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവർ വരികയാണ്. നിങ്ങൾ അറിയുക, ഒരു നിസ്സാര വിശ്വാസത്തിന്റെ പേരിൽ അവർക്ക് അതിന്റെ പുറകിൽ എന്തെങ്കിലും ഉറപ്പായി വിശ്വസിക്കത്തക്ക ബേസ്മെന്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സ്വത്രം. എനിക്ക് നിങ്ങൾക്കും ഉറപ്പായി വിശ്വസിക്കേണ്ട 100 കണക്കിന് കാര്യങ്ങളുണ്ട്. 100 കണക്കിന് കാര്യങ്ങൾ. നമുക്ക് വിശ്വാസം പോകുന്ന ഒരു കാര്യവുമില്ല. വിശ്വസിക്കാൻ മാത്രമുള്ള ഇഷ്ടംമാതിരി കാര്യങ്ങൾ. അതിൽ ചിലതാണ് ഞാൻ നേരത്തെ ഓർപ്പിച്ചത്. ബൈബിളിൽ 2600 കൊല്ലങ്ങൾക്ക് പുറകിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ പച്ചയ്ക്ക് അതുപോലെ ഇന്നും ഇസ്രായേലിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം, നമ്മൾ പ്രാർത്ഥിക്കാനോ വചനം നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്ന വിശ്വാസ ജീവിതത്തിലേക്ക് പോകാനോ നമ്മൾ തയ്യാറാകുന്നില്ല. മരണം വാതിൽക്കൽ നിൽക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് പോലും അതിന് അർഹതപ്പെട്ട വെയിറ്റ് കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. സ്തോത്രം. മരണമെങ്കിൽ അടുത്തെത്തുമ്പോൾ നമ്മൾ അയ്യോ ഇത് മാറിത്തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. 1-2 പ്രാവശ്യമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ മാറുമായിരിക്കും. ഇത് സ്ഥിരം മാറുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലും ഈ മരണം നമ്മുടെ അടുക്കൽ വരില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ കരുതരുത്. സ്തോത്രം. ഒരിക്കലും അങ്ങനെ കരുതരുത്. ഈ മരണം വളരെ പെട്ടെന്ന് നമ്മുടെ അടുക്കൽ വരും. ഈ മരണം എങ്ങനെ ഈ ഭൂമിയിലേക്ക് വന്നു? ആ മരണം മാറ്റാൻ വേണ്ടി കർത്താവ് എന്താണ് ചെയ്തത്? അത് സ്വീകരിക്കാത്തവർക്കല്ലേ ന്യായവിധി കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നത്. ആ പോർഷനിലൂടെ ഞാനൊന്ന് കടന്ന് കുറച്ച് വിശദീകരണം ഞാൻ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അറിയണം, മരണം നമുക്ക് ആർക്കും മാറ്റാനൊക്കില്ല. മരണം 3 തരം മരണമുണ്ട്. 3 തരം മരണം. ഒന്ന്, ഈ മരണം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വേർപാട് എന്നാണ്. വേർപാട്. മരണം എന്നത് ഇല്ലാതായി തീരുക എന്നൊരു സംഭവമേ അല്ല. മരണം എന്നത് വേർപാടെന്ന് മാത്രമാണ്. അതിന്റെ ആദ്യത്തെ മരണം ബൈബിൾ പരാമർശിക്കുന്നത് ഏദൻ തോട്ടത്തിലാണ്. കർത്താവ് മനുഷ്യനെ ഏദനിൽ കൊണ്ട് നിർത്തിയിട്ട് അവനോട് പറഞ്ഞു, ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, ഇത് തിന്നുന്ന നാളിൽ മരിക്കും എന്ന് പറഞ്ഞാൽ
ദൈവം പറയുകയാണ് ഇത് നീ തിന്നാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കും. മനസ്സിലായോ? അതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. ഞാനതിനെ ഷോർട്ട് കട്ട് പറഞ്ഞ് കയറിപ്പോ, അതാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. അല്ല, മരിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് എന്താണ് സാധനം എന്ന് മിക്കവാറും ആൾക്കാർക്ക് പിടികിട്ടത്തില്ല. ഞാൻ ആൾക്കാരുമായിട്ട് ഇപ്പോൾ ക്ലോസ് ആയിട്ട് ഒരുപാട് പേരെടുത്ത് അടുത്തിരുന്ന് ക്ലാസ്സുകൾ സംസാരിക്കാറുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ആൾക്കാർക്ക് ഈ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടോ? കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വയനാട് ക്ലാസ് എടുത്തോണ്ടിരുന്നപ്പോൾ പാസ്റ്റർ ആൻറ്റി ഇങ്ങനെ ക്രോസ് ചെയ്ത് കയറി വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ അതിനു മുമ്പ് പിള്ളേരുടെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എത്ര പേരെയാണ് ഇസ്രായേൽ ഈജിപ്തിലേക്ക് കൊണ്ടുപോയത്? ഈജിപ്തിലേക്ക് എത്ര പേരാണ്, ഈജിപ്തിൽ നിന്ന് എത്ര പേരാണ് തിരിച്ചു കൊണ്ടുവന്നത്? ആണുങ്ങൾ എത്ര പേരെയാണ് കൊണ്ടുവന്നത് എന്ന കാര്യം ഞാനിങ്ങനെ പിള്ളേരുടെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിള്ളേരിങ്ങനെ ഓരോരുത്തരും ഓരോ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൽ ഞാനിങ്ങനെ ഞെട്ടിയിരിക്കുമ്പോൾ പാസ്റ്റർ ആൻറ്റി ഇങ്ങനെ ക്രോസ് കയറി വന്നു. അപ്പോൾ എനിക്കൊരു സമാധാനമായി. കേട്ടോ എന്നുള്ള മട്ടിന് ഞാൻ പാസ്റ്റർ ആൻറ്റി ചോദിച്ചു, പാസ്റ്റർ ആൻറ്റി എത്ര പേരാണ് ഈജിപ്തിൽ നിന്ന് കനാനിലേക്ക് വന്നത്? ആൻറ്റി പറഞ്ഞു 7 എന്ന്. 7,000 എന്നെങ്കിലും പറഞ്ഞെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പോയനെ. ഞാൻ പിന്നെ കേൾക്കാത്ത പോലെ അതങ്ങ് വിട്ടുകളഞ്ഞു. ഞാൻ പറയുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞു, ഈജിപ്തിൽ നിന്ന് കനാനിലേക്ക് കൊണ്ടുവന്നത് ആണുങ്ങൾ 6 ലക്ഷം എന്നെങ്കിലും പറയാനുള്ള അറിവ് പോലും ഇല്ലാത്ത വിശ്വാസികൾ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് ഖേദകരമായ കാര്യമാണ്. സ്തോത്രം. അതേ പിടിയില്ലെങ്കിൽ പുതിയ നിയമത്തിലോട്ട് വന്നു പോയാൽ കൈവിട്ടുപോയി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഞാൻ അവിടേക്ക് വരുന്നില്ല. ഞാൻ അത്യാവശ്യം വേണ്ടുന്ന കാര്യം ഞാൻ വളരെ വേഗം പറഞ്ഞോട്ടെ. ദൈവമക്കളെ, മരണം എന്ന് പറഞ്ഞാൽ വേർപാട് എന്നാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചേദൻ തോട്ടത്തിൽ കൊണ്ടാക്കിയിട്ട് ഒരു വൃക്ഷം നട്ടു. കർത്താവ് പറയുക, ഇത് തിന്നാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കും എന്ന് പറഞ്ഞാൽ ഞാനുമായിട്ടുള്ള ബന്ധം വേണ്ടാന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, മനസ്സിലാണ്ടോ? മനുഷ്യന് എപ്പോഴെങ്കിലും ദൈവവുമായിട്ടുള്ള ബന്ധം വേണ്ടാന്ന് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മനുഷ്യൻ എന്ത് ചെയ്യണം? ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നുക. അത് അവൻ വിൽഫുള്ളി തിന്നണം എന്ന് പറഞ്ഞാൽ അവന്റെ ഇഷ്ടപ്രകാരം തിന്നണം. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ദൈവം മനുഷ്യന്റെ ഇടയിൽ വസിക്കണമെങ്കിൽ നിങ്ങൾ എനിക്കൊരു സമാഗമന കൂടാരം ഉണ്ടാക്കണം. ഇത് ഉണ്ടാക്കിയില്ലെങ്കിലും ദൈവത്തിന് താമസിക്കാം. പക്ഷേ ഇവനെ കൊണ്ട് ഇത് ഉണ്ടാക്കിപ്പിക്കണം. കാരണം അവൻ പറയണം, ഞാൻ നിങ്ങളുടെ നടുവിൽ താമസിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലാണ്ടോ? അതാണ് വിഷയം. അതാണ് നമ്മൾ സ്നാനക്കേസിൽ വെള്ളത്തിലിറക്കി നിർത്തിയിട്ട് ആളിനോട് ചോദിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷകനായി വിശ്വസിക്കുന്നുവോ? ഉവെന്ന് അവൻ പറയണം. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ കൊച്ചുപിള്ളേരെല്ലാത്തിനും കുടിച്ചിട്ട് മുക്കി വിട്ടേനെ, പ്രശ്നമില്ലല്ലോ. സ്വതന്ത്രം അവൻ പറയണം. കാരണം അത് അവന്റെ ഡിസിഷനാണ്. കല്യാണത്തിന് നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്? ചെറുക്കനെയും പെണ്ണിനെയും കൊണ്ട് നിർത്തിയിട്ട് ചോദിക്കും, ഈ ചെറുക്കന്റെ കല്യാണം കഴിക്കാൻ താല്പര്യമാണോ? അവൾ ഓക്കെ പറയണം. സ്വതന്ത്രം. എന്നാൽ പോലും ആൾക്കാർ പ്രഷർ ചെയ്ത് കൊണ്ട് നിർത്തി കെട്ടിപ്പിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കെട്ടിക്കൊടുത്തേ പറ്റത്തുള്ളൂ. കൊണ്ടിരുത്തി തന്നാൽ നമുക്ക് കെട്ടിക്കൊടുത്തേ പറ്റത്തുള്ളൂ. ഈ ഒരു ചോദ്യം ഫോമലി നമ്മൾ ചോദിക്കും, അല്ലേ? അപ്പോഴവരില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഓടിക്കളയുക അല്ലാതെ വേറെ നിവൃത്തിയില്ല. അതൊക്കെ അവരുടെ കൈയാണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, വ്യക്തിയാണ് തീരുമാനം പറയാൻ. കാരണം ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരുന്നത് വ്യക്തിയാണ്, അല്ലേ? എന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരുന്നത് ഞാൻ മാത്രമാണ്. എന്റെ ഭാര്യ വേറെ റൗണ്ടിലാണ് പോകേണ്ടത്. അവൾക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ എനിക്ക് പറ്റില്ല. എനിക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ അവൾക്ക് പറ്റില്ല. എന്റെ വിശ്വാസികൾക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ എനിക്ക് പറ്റില്ല. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഓരോരുത്തരും ന്യായാസനത്തിന് മുമ്പിൽ നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ മറുപടി കൃത്യം പറഞ്ഞേ തീരൂ. ഇത് പേഴ്സണലാണ്. അവിടെയാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം കിടക്കുന്നത്. മനസ്സിലായോ? ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് ദൈവദാസന്റെ കർത്താവ് തന്നിട്ടുണ്ട്. മൂപ്പർ ഇവിടെ ക്ലിയർ ആയിട്ട് വചനം പഠിപ്പിക്കും. പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പിന്നെ പുതിയ ഉപദേശിയായതുകൊണ്ട് എന്റെ വിശ്വാസികളുടെ കൂടെ നടന്ന് അവരെ നേരെ നടത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്, അല്ലേ? കുറെ കൂടെ ഞാൻ വയസ്സാകുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവും ഇത് നടക്കുകയില്ലാന്ന്, അല്ലേ? ചില ആടിങ്ങനെ നടക്കൂ. ഇതിന്റെ പിറകെ നടന്നാൽ നമ്മുടെ സമയം പോകുന്നല്ലാതെ ഇത് നേരെ വടക്കുകയല്ല. ശരിയല്ലേ? ആൾക്കാർ ഇങ്ങനെ ഇരിക്കുകയാണ്, അല്ല? ഞാനങ്ങനെ അറിഞ്ഞുകൂടാതെ എൻ്റെ ആദ്യകാലത്തിലൊക്കെ ഞാൻ കുറേ സമയം ഞാൻ കൺവെൻഷൻ പ്രസംഗൻ മാത്രമായിരുന്നൊരു കാലമുണ്ട്. വളരെ ഈസിയാണ്, വേറെ ഒന്നും നോക്കേണ്ടതില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ചെല്ലുക, അവരെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വലിച്ചു കീറി നോക്കുക, ഓക്കെ അല്ലെങ്കിൽ കുത്തിക്കെട്ടുക, കുഴിച്ചിടാൻ പറയുക, നമുക്ക് വീട്ടിൽ പോകാം. നമുക്ക് ഇതിനെക്കുറിച്ച് നോക്കേണ്ട കാര്യമില്ല. ഇതിപ്പോ നമുക്ക് ആട് വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ആടിനെ നമ്മൾ ശരിക്കും സൂക്ഷിക്കേണ്ടി വരും. ഇതിന് കുളമ്പ് രോഗം വരാതെ നോക്കണം, ഇതിന് അകിട് നീര് വരാതെ നോക്കണം, ഇത് അടുത്തതിനെ കുത്താതെ നോക്കണം. ഭയങ്കര പാടാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക്? ചെല്ലിങ്ങനെ ദേഷ്യത്തിൽ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇതൊരു ഭയങ്കര റിസ്ക് ഉള്ള. ഈ റിസ്ക് എടുത്താൽ ഇവർ സ്വർഗത്തിൽ പോകുമെങ്കിൽ റിസ്ക് എടുക്കുന്നതിൽ തെറ്റില്ല. ചിലരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എങ്ങനെ റിസ്ക് എടുത്താലും അത് പോകത്തില്ല. അതാ വചനം പറയുന്നത്, ഭോഷനെ ഉരലിലിട്ട് ഉലക്ക കൊണ്ട് ആവില് പോലെ ഇടിച്ചാലും ഭോഷത്വം വിട്ടുമാറൂല. നമ്മുടെ നട്ടലിൽ ഉളുക്ക് വീഴുന്ന അല്ലാതെ വേറെ ഗുണം വരികയല്ല.
നമുക്ക് ചുമ്മാ ഉറക്കളച്ചിരുന്ന് ഇതിനെ ഇടിക്കാന്നല്ലാതെ വേറെ ഒരു ഗുണവും വരികയില്ല. അപ്പം ഞാനിപ്പോൾ ഇടി നിർത്തി. ഇപ്പം അങ്ങനെ ഒരുപാട് ഇടിക്കാറില്ല ഞാൻ. ഈ രണ്ടിടി ഇടയ്ക്കിടയ്ക്ക് ഇടിക്കും. കാരണം ഇതങ്ങ് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടി ഈ രണ്ടിടി ഇടിക്കും അല്ലേ. അപ്പം ഞാനിപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള പാസ്റ്റേഴ്സിനോട് ഞാൻ കാര്യങ്ങൾ ചോദിക്കും, എങ്ങനെയാണ് ഇതിൻ്റെ വകുപ്പെന്ന് ചോദിക്കും. അപ്പോൾ അവർ പറഞ്ഞു തരും, ഇത് ചിലത് ഇടിച്ചാൽ ശരിയാവുകയല്ല. സ്തോത്രം. അങ്ങനത്തെ ആരും ഇവിടെ ഇരിപ്പില്ലെന്ന് തോന്നുന്നു. എല്ലാവരും ശ്വാസം പിടിച്ചിരിക്കുകയാണ്. അതങ്ങ് പോട്ടെ. ദൈവമക്കളെ, ശരിയാവണം നമ്മൾ വിചാരിക്കണം. ഞാനൊരുത്തൻ വിചാരിക്കാതെ എന്നെ ശരിയാക്കാൻ ദൈവത്തിന് പോലും പറ്റില്ല. ഞാൻ അതിശയോക്തി പറഞ്ഞല്ല, ദൈവത്തിന് പോലും പറ്റില്ല. ഞാൻ ശരിയാവില്ലെന്ന് തീരുമാനിച്ചാൽ, ഞാൻ ഇങ്ങനെ പോകൂ എന്ന് തീരുമാനിച്ചാൽ, എന്നെ ശരിയാക്കാൻ സാക്ഷാൽ ദൈവം ഇറങ്ങി ഭൂമി വന്നാൽ പോലും നടക്കത്തില്ല. സ്തോത്രം. നിങ്ങൾ വേണമെങ്കിൽ അത് പുസ്തകത്തിൽ നോക്ക്. ഇസ്രായേൽ മക്കൾ 6 ലക്ഷത്തെ കൊണ്ടുവന്നും പറഞ്ഞൊരു ഒരു സെറ്റിൽമെന്റിലാണ് കർത്താവ് വരുന്നത്. 6 ലക്ഷത്തെയാണ് കൊണ്ടുവരുന്നത്. പകുതി വഴി എത്തുമ്പോൾ വാസ്തവത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ പ്രസംഗിച്ചപ്പോൾ ഞാൻ ആ കാര്യം പറയായിരുന്നു. എന്ന് പറഞ്ഞാൽ 2 പേരെങ്കിലും കൊണ്ടവിടെ പറ്റിക്കാൻ പറ്റിയത് മോശ ഒരാളിടയ്ക്ക് നിന്നുകൊണ്ടാണ്. ശരിയല്ലേ? മോശ കർത്താവിനെ പറഞ്ഞ് സോപ്പിട്ട് കർത്താവ് പറഞ്ഞാൽ ഇപ്പം എല്ലാത്തിനെയും കൊല്ലാൻ പോവാണ്, എനിക്കാണെങ്കിൽ അങ്ങോട്ട് എന്താ വല്ലാതെ വരികയാണ്. മോശ പറഞ്ഞ കർത്താവെ വഴിക്കിട്ട് കൊല്ലരുതേ, മോശമാണ്. നീ അവിടെ ഇറക്കി കൊണ്ടുവന്നിട്ട് വഴിക്കിട്ട് കൊന്നു കളഞ്ഞു എന്ന് അവസാനം നിന്നെക്കുറിച്ച് പറയും. അതുകൊണ്ട് കർത്താവെ ദയവേത് കൊല്ലരുത്. അവസാനം കർത്താവ് പിണങ്ങി പോയി. കർത്താവ് പറഞ്ഞു, എന്നാ പിന്നെ നീ കൊണ്ടുപോക്കോ, ഞാൻ വരുന്നില്ല, ഞാൻ പുറകെ വരാം. കർത്താവ് പിണങ്ങി പോയി അല്ലേ. ഇത്രയും കാര്യങ്ങൾ ചെയ്ത കൽപ്പലക എറിഞ്ഞുടച്ചിട്ട് മോശയെക്കുറിച്ച് കർത്താവ് പറഞ്ഞേ അതിസൗമ്യനെന്നാ. കാര്യം എന്താ? കാര്യം കർത്താവിനെ പോലും പാസിഫൈ ചെയ്തത്, ശാന്തനാക്കിയത് ഈ മോശയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? പാവം മോശ. ചില സമയങ്ങളിൽ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. കർത്താവേ, അവർ മാനസാന്തരപ്പെട്ടില്ലെങ്കിലും ഈ ഒരു കാര്യം ചെയ്തു കൊടുക്കുക കർത്താവേ, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാണ്ടോ? എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കാളും നമ്മൾ പാവാവും ചില സമയത്ത് അല്ലേ. കർത്താവ് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളതുകൊണ്ടാ പറഞ്ഞേ, ഇന്നും ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് അവർ മാനസാന്തരപ്പെടുമെന്ന് നീ നോക്കണ്ട, ഈ വിഷയം ഒന്ന് ചെയ് പ്ലീസ് എന്നും പറഞ്ഞ് കർത്താവ് കേൾക്കത്തൊന്നുമില്ല. കേൾക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ, കേട്ടെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ പറഞ്ഞെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ അറിയാം, കഷായം കുടിച്ച പോലെ ഇരിക്കുകയാണ്. നാളെ വരാതെ ഒന്നും ഇരിക്കരുത്. സ്വതന്ത്രം. നമുക്ക് തിരിച്ചു വരാം. ദൈവമക്കളെ, ഒരിക്കൽ മരിക്കുക, ഇത് മാറ്റാൻ പറ്റില്ല. ആ മരണം വചനം ഇങ്ങനെയാണ് പറയുന്നത്, ദൈവവുമായി ബന്ധം വേണ്ടെന്ന് മനുഷ്യന് ബോധ്യപ്പെട്ടാൽ മനുഷ്യൻ വിൽഫുള്ളി ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നണം. തിന്നുമ്പോൾ ദൈവമായിട്ടുള്ള ബന്ധം കട്ടാവും. അതായിരുന്നു ദൈവം വച്ചിരുന്ന പദ്ധതി. പക്ഷേ മനുഷ്യൻ തിന്നത് അവന്റെ താല്പര്യപ്രകാരമല്ല. അതിന് പൗലോസ് പറയാണ്, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. കണ്ടോ, ഉപായത്താൽ ചതിച്ചതുപോലെ. എന്തോ ചെയ്തു? സർപ്പം വന്നേച്ചും പറഞ്ഞു ഏതെങ്കിലും വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് വാസ്തവമായി പറഞ്ഞിട്ടുണ്ടോ? കണ്ടോ, 2 മുനവച്ച വർത്തമാനമാണ് അവൻ പറഞ്ഞത്. ഏതെങ്കിലും വാസ്തവമായി ആ 2 മുനയില് മൂപ്പത്തി കുടുങ്ങി. അവര് പറഞ്ഞു തിന്നരുതെന്ന് മാത്രമല്ല തുടരുതെന്നും പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, അവര് സൂപ്പർലേറ്റീവായി, മതിലിന്റെ വെളിയിൽ പോയി അല്ലേ. അടുത്ത ചെകുത്താൻ പറയാണ്, നീ തിന്നുന്ന നാളിൽ മരിക്കില്ല നിശ്ചയം. കണ്ട, നിശ്ചയം നിന്റെ കണ്ണ് തുറക്കുന്ന നീ ദൈവത്തെ പോലെയാവും, ദൈവത്തെ പോലെയാകും. എത്ര നിസ്സാരമായി അവരെ കബളിപ്പിച്ചു നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എത്ര നിസ്സാരമായി, സിമ്പിളായിട്ട് അവരെ കബളിപ്പിച്ചു നോക്കിയേ. സ്വത്രം എന്താ സംഭവിച്ചത്? അവരാ വൃക്ഷഫലം പറിച്ചു തിന്നു. തിന്നതോടുകൂടി മരണം അവരിൽ വന്നു. അവർ ദൈവത്തിൽ നിന്ന് വേർപെട്ടു. ദൈവത്തിൽ നിന്ന് വേർപെട്ടു. ഈ വേർപാട് പിന്നെയും മുമ്പിലോട്ട് പോവുകയാണ്. ആ വേർപാടിൽ നിന്ന് ഒരാൾ മടങ്ങാൻ തയ്യാറായില്ലെങ്കിൽ അടുത്തയാൾക്ക് സംഭവിക്കുന്നത് ശരീരത്തിൽ നിന്ന് ആളിറങ്ങേണ്ടി വരും. കാരണം ഈ ശരീരം പാപത്തിൽ വീണു. അതുകൊണ്ട് ഈ ശരീരത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങിയേ തീരൂ. അടുത്ത മരണം എന്ന് പറയുന്നത് നിത്യമരണം, ദൈവത്തിൽ നിന്ന് നിത്യമായുള്ള വേർപാട്. ശ്രദ്ധിച്ചിരിക്കണേ. ഒന്ന്, ദൈവത്തിൽ നിന്ന് ഏദനിൽ മനുഷ്യൻ വേർപെട്ടു. ഒന്നാമത്തെ മനുഷ്യൻ ആദം ദൈവത്തിൽ നിന്ന് വേർപെട്ടു, അകന്നുപോയി. അതിനെയാണ് മരണം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് നടക്കാനുള്ള മരണം ഈ ശരീരത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങേണ്ടി വരും. കാരണം ഈ ശരീരം പാപത്തിൽ വീണിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ശരീരത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. മൂന്നാമത്തെ മരണം, നമ്മൾ
നിത്യമായി ദൈവത്തിൽ നിന്ന് വേർപെട്ട് നരകത്തിൽ കിടക്കേണ്ടി വരും. അതിനെയാണ് രണ്ടാം മരണം എന്ന് പറയുന്നത്. ഞാനത് പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ സംസാരിക്കാം. സ്തോത്രം. അപ്പൊ 3 മരണങ്ങൾ കണ്ടോ? ഈ 3 മരണത്തെയും കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. ഒരിക്കൽ മരിക്കുകയും. കണ്ടോ? അതിൽ നമുക്ക് പ്രധാനമായും നമുക്കെടുത്ത് പറയാനുള്ളത് നമ്മുടെ ശാരീരിക മരണം മാത്രം പറയാം. മറ്റത് അവിടെ കിടക്കട്ടെ. ശാരീരിക മരണം മാത്രം പറയാം. ഒരിക്കൽ മരിക്കുകയും. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. നിങ്ങളുടെ ബർത്ത്ഡേ മനസ്സിൽ കണ്ടേ വർഷം, അതിന്റെ പുറകിലത്തെ വർഷം നമ്മൾ ഉണ്ടായിരുന്നില്ല. ഓർക്കുന്നുണ്ടല്ലോ? അതിന്റെ പുറകിലത്തെ വർഷം നമ്മൾ ഉണ്ടായിരുന്നില്ല. ഇനി നിങ്ങൾ മുമ്പിലോട്ട് നോക്കൂ. ഇപ്പൊ നിങ്ങളുള്ള പ്രായത്തിന്റെ കൂടെ എത്ര ഇട്ടാൽ ഒരു 100 കിട്ടുമെന്ന് നോക്കൂ. വയസ്സ് 100 കിട്ടാൻ 2000 ജനിച്ചതാണെങ്കിൽ 2100 അല്ലേ? 1970 ജനിച്ചതാണെങ്കിൽ 2070 ഏറെക്കുറെ പിടിയിട്ടുണ്ടല്ലോ. ഇതിന്റെ അപ്പുറത്ത് നമ്മൾ കാണത്തില്ല. 100 ഞാൻ ചുമ്മാ പറയാണ്ട്. 80 കഴിഞ്ഞാൽ പിന്നെ മെനകേടാണ്. മനസ്സിലായോ? പിന്നെ അവർക്കും ബുദ്ധിമുട്ടാണ്, നമുക്കും ബുദ്ധിമുട്ടാണ് അല്ലേ? ഒന്നിൽ ചെവി കേൾക്കത്തില്ല, ഇല്ലേ കണ്ണ് കാണത്തില്ല അല്ലേ? നമ്മൾ പറയുന്നതായിരിക്കില്ല അവർ കേൾക്കുന്നത്. അല്ലാത്ത പ്രതിസന്ധിയുടെ ഒരു കാലമാണ് 80 എബവ് പോകുമ്പോൾ അല്ലേ? 80 എബവ് എത്ര പേരെ ഇവിടെ വന്നിട്ടുള്ളൂ? ഒന്ന് കൈ ഓർത്താവോ? ആരുമില്ല. കേൾക്കാത്തോണ്ടായിരിക്കും ചിലപ്പോ. ആളൊക്കെ കാണുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ 80 മേലോട്ടുള്ളവർ കേൾക്കാത്തോണ്ടാണ് അവർ കൈ പോക്കാത്തത് അല്ലേ? 80 എബവ് ഇവിടെ ഇരിപ്പുണ്ട്. എനിക്ക് അങ്ങനെ ചിലർ തോന്നുന്നുണ്ട്. പിന്നെ പറയാൻ പറ്റത്തില്ല. ചിലർക്ക് അല്ലേ നേരത്തെ പ്രായം തോന്നിക്കാറുണ്ട്. അത് അതിന്റെ വഴിക്ക് പോട്ടെ. നമുക്ക് തിരിച്ചു വരാം. അപ്പോ ഒരിക്കൽ മരിക്കുകയും, അത് ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന സംവിധാനത്തെ കുറിച്ച് പറയുകയാണ്. ഒരിക്കൽ മരിക്കുകയും. 2 പിന്നെ ന്യായവിധിയും. മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. അപ്പൊ മരണം നിയമിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലുന്നതോടുകൂടിയാണ് മരണം നിയമനമായി വരുന്നത്. മനസ്സിലാണ്ടോ? റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 12-ാം വാക്യത്തിലേക്ക് വരാം. ഈ റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 12-ാം വാക്യത്തിലേക്ക് വരാം. അതുകൊണ്ട് ഏക മനുഷ്യനാൽ കണ്ടോ? അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ശ്രദ്ധിക്കണേ. ആകയാൽ ഏക മനുഷ്യനാൽ പാപം. പാപം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം തെറ്റുക എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഏദനിൽ ദൈവം മനുഷ്യനെ തോട്ടത്തിൽ നിർത്തിയിരുന്നു. അവൻ വൃക്ഷഫലം കഴിച്ചതോടുകൂടി, അല്ലെങ്കിൽ അത് കഴിക്കുന്നതിനടുത്ത ടെൻഡൻസിയോടുകൂടി അവൻ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റി. ദൈവത്തിന്റെ മക്കളായി ജീവിച്ചു കൊണ്ടിരിക്കുക എന്നതിന് പകരം അവൻ ദൈവമാകാൻ ആഗ്രഹിച്ചു. അതാണ് ലക്ഷ്യം തെറ്റിയത്. അവന് ലക്ഷ്യം തെറ്റിയതോടുകൂടി അവൻ ദൈവത്തിൽ നിന്ന് അകലേണ്ടി വന്നു. അതാണ് ഏകന്റെ ലംഘനത്താൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ലോകത്തിൽ കടന്നു അല്ലെ? കെയിം എന്ന പദമാണ് അവിടെ ഉപയോഗിക്കുന്നത്. സിൻ കെയിം എന്ന പദമാണ് അവിടെ ഉപയോഗിക്കുന്നത്. 2ാമത് മരണം വന്നു എന്ന പദം പറയുന്നുണ്ട്. തൊട്ട് താഴോട്ട് വായിക്കാവോ? ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. കണ്ടോ? സകല മനുഷ്യരിലും മരണം പരന്നിരിക്കും. ചിലർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഒരാൾ ചെയ്ത കുറ്റത്തിനാണോ എല്ലാരും ശിക്ഷിക്കപ്പെടുന്നത്? അതെ. അതെങ്ങനെ? ഒരാളാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോയത്. അയാളിൽ നിന്നാണ് ബാക്കിയുള്ളവർ ജനിക്കുന്നത്. ബാക്കിയുള്ള ആരും ദൈവത്തോട് അടുക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ദൈവത്തിൽ നിന്ന് അകന്നു പോയ ആള്, അകന്നിടത്തുനിന്ന് ഇപ്പൊ ഇവിടെ നിന്ന് ഒരാള് അമേരിക്കയ്ക്ക് പോവുകയാണ്. അവിടെ നിന്ന് സിറ്റിസൺഷിപ്പ് എടുത്ത് അവിടെ അങ്ങ് താമസിക്കുകയാണ്. അയാൾക്ക് ജനിക്കുന്ന മക്കൾ അമേരിക്കൻ സിറ്റിസൺ ആയിട്ടാണ് ജനിക്കുന്നത് അല്ലേ? അത് പിന്നെ ഇവിടെ കൊണ്ടുവന്ന് സിറ്റിസൺ ആക്കണമെങ്കിൽ അത് പണി വേറെയാണ്. അപ്പോൾ അയാൾ ഇന്ത്യയിൽ നിന്ന് വിട്ടു, ഇവിടുത്തെ പാസ്പോർട്ട് സറണ്ടർ ചെയ്തു. അയാൾ ഇവിടെ നിന്ന് അമേരിക്കയ്ക്ക് പോയി. അവിടെ ചെന്ന് അവിടുത്തെ സിറ്റിസൺ ആയി. അവർക്ക് മക്കൾ ജനിച്ചു, അത് അമേരിക്കക്കാരനായിട്ടാണ് ജനിക്കുന്നത്. പിന്നെ അവർക്ക് തലമുറ ജനിച്ചു, അതെല്ലാം അമേരിക്കക്കാരനായിട്ടാണ് ജനിക്കുന്നത്. കാരണം അവർ ഇന്ത്യയുമായിട്ടുള്ള കണക്ഷൻ വിട്ടു. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇവിടുത്തെ കാര്യം, ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ, അവൻ മരണത്തിൽ പെട്ടു. അവനിൽ നിന്ന് താഴോട്ട് ജനിക്കുന്ന എല്ലാവരും മരണത്താലാണ് ജനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അകന്നൊരു ബന്ധത്തിലാണ് ജനിക്കുന്നത്. ദൈവവുമായിട്ട് യാതൊരു ബന്ധവും അവനില്ല. അങ്ങനെ ഏകന്റെ ലംഘനത്താൽ ആദമിൽ നിന്ന് ജനിച്ച നമ്മളെല്ലാവരും ദൈവത്തിൽ നിന്ന് വേർപെട്ടാണ് ജനിക്കുന്നത്. ദൈവവുമായി ബന്ധമില്ലാതാണ് ജനിക്കുന്നത്. അത് പെന്തക്കോസുകാരനായാലും ജനിക്കുന്നത് ദൈവവുമായിട്ട് ബന്ധമില്ലാതെയാണ്. ഉപദേശിയുടെ മക്കൾ ജനിച്ചാലും ദൈവവുമായിട്ട് ബന്ധമില്ലാതാണ് ജനിക്കുന്നത്. ആ ജനിക്കുന്ന മക്കൾ ശരീരത്തിൽ നിന്ന് അങ്ങനെ തന്നെ പുറത്തിറങ്ങിയാൽ, എന്ന് പറഞ്ഞാൽ ഏകന്റെ ലംഘനത്താൽ മരണം നമ്മളിലേക്ക് വന്നു. ആ മരണം നമ്മളിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ജനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അകന്ന് നിന്നാണ് നമ്മൾ ജനിക്കുന്നത്.
ആ നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ നമ്മൾ ശരീരത്തിൽ നിന്ന് ഇറങ്ങിയാൽ നമുക്ക് ദൈവത്തിന്റെ അടുക്ക പിന്നെ ഒരിക്കലും പോകാൻ പറ്റില്ല. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ, ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും. കണ്ടോ? അപ്പോ മരണം നമ്മളിലേക്ക് വന്നത് ഏകന്റെ ലംഘനത്താലാണ്. അത് കുടഞ്ഞാലും പോകത്തില്ല, കുളിച്ചാലും പോകത്തില്ല, ഗുളിക കഴിച്ചാലും പോകത്തില്ല. ആ മരണം മരണമായി തന്നെ നിലനിൽക്കും. ആ മരണം നമ്മളിൽ നിന്ന് മാറ്റാൻ മാത്രമാണ് പിതാവായ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത്. സ്തോത്രം. ആ ക്രിസ്തുവിനെ ക്രിസ്തുവായി തന്നെ നമുക്ക് കിട്ടണം. കിട്ടിയില്ലെങ്കിൽ പണിപാളി. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പിടികിട്ടുന്നുണ്ടോ? ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ പകൽ മുഴുവൻ ഒരു ഹോസ്പിറ്റലിൽ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിലായിരുന്നു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ ആ ഹോസ്പിറ്റലിലെ എല്ലാ റൂമുകളിലും എല്ലാ സ്ഥലത്തും യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി തൂക്കിയിട്ടിരിക്കുകയാണ്. ക്രിസ്ത്യൻ ഹോസ്പിറ്റലാണ് അല്ലേ? അപ്പോൾ ഞാനിവിടെ എത്തപ്പോൾ അവിടെ ഒന്ന് രണ്ട് നഴ്സുമാർ വന്നു. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ വന്ന സഹോദരന്മാരടുത്ത് പറഞ്ഞു, നമുക്ക് ഇവരുടെ അടുത്ത് ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞാൽ, ഇന്നലെ അല്ലേ നമ്മൾ കയറ്റി വിട്ടത്, പിന്നെ എങ്ങനെ ഇന്നിങ്ങനെ വന്നു? മനസ്സിലാകുന്നുണ്ട്. അവർക്ക് ഒരു ഐഡിയ ഇല്ല. അവരിതാ ഇങ്ങനെ തൂക്കി നിർത്തിയിരിക്കുകയാണ് അല്ലേ? ഇതിൻ്റെ അപ്പുറത്ത് അവർക്കൊന്നും അറിയത്തില്ല. ഇത്രയേ അവർക്ക് അറിയത്തുള്ളൂ. സുതരം. എൻ്റെ അടുത്ത് കാത്തലിക് കുറേ ഫ്രണ്ട്സ് എനിക്കുണ്ട്. അവരെന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, എന്തെങ്കിലുമൊക്കെ എന്നെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ അവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കും അല്ലേ? അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഇന്നലെ എനിക്ക് ഏതാണ്ട് മെസ്സേജ് ഇട്ടപ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവിനെ ഇളക്കി വിട്ടോ നിങ്ങൾ അല്ലേ? കാരണം അവർ 7 ദിവസം കൊണ്ട് ഇറച്ചി, മീൻ, മുട്ട ഒന്നും തിന്നാതെ അങ്ങനെ ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയാണ്. അപ്പം അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരാഴ്ച ഇറച്ചി, മീൻ, മുട്ടയൊന്നും കഴിക്കാതെ ഇങ്ങനെ കഷ്ടപ്പെട്ടിരുന്നാൽ കർത്താവിൻ്റെ കഷ്ടത്തിൻ്റെ കൂട്ടായ്മയാവും. അവരുടെ വിചാരം അതാണ്. അവരത് സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നെന്ന് നിങ്ങൾ അറിയണം. അവിടെയാണ് പിശാചിൻ്റെ വിജയം. നമുക്കിതിലൊന്നും കാര്യമില്ലെന്നറിയാം, അതുകൊണ്ട് നമ്മൾ ഒന്നിനും കാര്യം കൊടുക്കാറില്ല അല്ലേ? ആ വചനം വായിക്കുന്നതിൽ നമ്മളങ്ങനെ ഇതിലൊന്നും കാര്യമില്ല വായിക്കാറില്ല. അതിൻ്റെ ഗൗരവമേറിയ കാര്യം നമ്മൾ ആകെ ചെയ്യുന്ന എല്ലാ ഞായറാഴ്ച പള്ളിയിൽ പോകും. കാരണം പള്ളി പോലെ തലേ തേങ്ങ വീഴും. അങ്ങനെ വീണിട്ടുണ്ട് പണ്ടൊരിക്കൽ. ആരോ പറഞ്ഞ് പേടിപ്പിച്ച്, അത് കറക്റ്റാണ്. നമ്മൾ പിന്നെ ദശാംശം ഇച്ചിരിയൊക്കെ വെട്ടിയാലും നമ്മൾ കൊടുക്കും, ശരിയല്ലേ? കാരണം അങ്ങനെ ഒരിക്കൽ വെട്ടിയപ്പോഴത്തേക്ക് ഒരുപാട് നഷ്ടമുണ്ടായി, ആശുപത്രി കേസുണ്ടായി. അതുകൊണ്ട് ഇനി ഞാനത് വെട്ടുകാല. അങ്ങനെയൊക്കെ തീരുമാനിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഇതുകൊണ്ട് കാര്യമില്ലെന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോകുന്നത് കൊണ്ടോ കാശ് കൊടുക്കുന്നതുകൊണ്ടോ കാര്യമില്ലെന്നല്ല. അതൊക്കെ സെക്കൻഡ് കാര്യമാണ്. പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കർത്താവിലായോ മരണം ഒഴിഞ്ഞോ എന്നുള്ളതാണ് പ്രധാനം. മരണം ഒഴിയാതെ ന്യായാസനത്തിലേക്ക് പോയാൽ പ്രശ്നമാണ്. തിരിച്ചു വരവ് നടക്കില്ല എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം. അത് അത്ര ഗൗരവമുള്ള കാര്യമാണ്. എനിക്കെപ്പോഴും ഞാൻ പ്രസംഗിക്കുമ്പോൾ പറയാറുള്ളൊരു കഥാപാത്രം നമ്മുടെ ധനവാന്റെ കാര്യമാണ്. നല്ലൊരു മനുഷ്യനാണ്. എനിക്ക് ആ ധനവാനെ ഭയങ്കര ഇഷ്ടമാണ്. വായിക്കുന്നൊന്നുമില്ല അല്ലേ? നിങ്ങൾക്കറിയാം ധനവാനും ലാസറും അല്ലേ? എല്ലാ കൊച്ചു പിള്ളേർക്കറിയാം, കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാന്നുള്ള കാര്യമാണ് ധനവാനും ലാസറും അല്ലേ? ധനവാൻ മരിച്ചു, നല്ലൊരു ശവടക്ക് കിട്ടി, യാതനാ സ്ഥലത്ത് പോയി. ലാസർ മരിച്ചു, അടക്കത്തെക്കുറിച്ച് പറയുന്നില്ല. എന്താ, അബ്രഹാമിന്റെ മടിയിലേക്ക് പോയി. ടോക്ക് നടക്കുകയാണ്, സംസാരിക്കുകയാണ്. അവര് എന്താ സംസാരിക്കുന്നത്? ധനവാൻ പറയാ, ലാസറിന്റെ ചെറുവിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി ഒന്ന് വച്ചേരോ അല്ലേ? ഞാൻ ചിന്തിച്ചു പോയി, ആ ധനവാനേക്കാളും മോശമാണ് ഞാൻ. കാരണം അത്തരം ഒരു അന്തരീക്ഷത്തിൽ ഒരു തുള്ളി വെള്ളം ഞാൻ ചോദിക്കത്തില്ല, ഒരു ഗ്ലാസ് എങ്കിലും ചോദിക്കും അല്ലേ? ധനവാനായിരുന്നിട്ട് പോലും ആ മൂപ്പർക്ക് അത്രയും വലിയ ഡിമാൻഡ് ഇല്ല. ലാസറിന്റെ ചെറുവിരൽ വെള്ളത്തിൽ മുക്കിയിട്ട് നാവിൽ വെച്ചു കൊടുത്താൽ എന്തു ആവും നിങ്ങൾ പറ? അയാൾ നല്ല കാശുകാരനാണെങ്കിലും അയാൾക്ക് അത് മതി കേട്ടോ. അടുത്ത അയാളുടെ ഡിമാൻഡ്, അത് നടക്കില്ലെന്ന് അറിഞ്ഞപ്പോൾ അയാളുടെ അടുത്ത ഡിമാൻഡ്, ലാസറിനെ ഒന്ന് പറഞ്ഞ് എൻ്റെ നാട്ടിലൊന്ന് വിടണം. എൻ്റെ 5 സഹോദരന്മാർ പറഞ്ഞ കേക്കത്തവന്മാർ അവിടെ ഉണ്ട്, ഒന്ന് ചെന്ന് പറയണം, ചേട്ടൻ വന്നത് ഇത്രയും ചൂടുള്ള സ്ഥലത്താണ്, ഒരിക്കലും വരരുത്, ഭയങ്കര പ്രശ്നമുള്ള സ്ഥലമാണ്, ഒന്ന് പറയണം. നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ പറയോ? ഞാനാണെങ്കിൽ പറയൂല. ഞാനാണ് നരകത്തിൽ പോയതെങ്കിൽ എൻ്റെ സഹോദരന്മാരടുത്ത് ഒന്ന് പറയാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യൂല. ഞാൻ പറയും, വേണമെങ്കിൽ കർത്താവേ എൻ്റെ സഹോദരന്മാർ 5 എണ്ണം ഉണ്ട്, എങ്ങനെങ്കിലും അവന്മാരെ ഇവിടെ കൊണ്ടുവരണം. നിങ്ങളെല്ലാവരും എന്നെ പോലെയുള്ളവരാണെന്ന് ഞാൻ കരുതുന്നു അല്ലേ? നരകത്തിൽ കിടക്കുമ്പോൾ പോലും ആ മനുഷ്യൻ്റെ ആ മനസ്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര നല്ല മനസ്സാണ്, എന്നിട്ടും നരകത്തിൽ പോയി കണ്ടോ? എന്നിട്ടും അയാൾ നരകത്തിൽ പോയി. ജീവിച്ചിരിക്കുന്ന നമുക്ക് നരകത്തെക്കുറിച്ച് കൃത്യം പിക്ചർ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ടും നമ്മൾ ആരോടും സുവിശേഷവും പറയുന്നില്ല, ആരെയും ഈ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ നമ്മൾ റിസ്ക് എടുക്കുന്നുമില്ല അല്ലേ? നിങ്ങൾക്ക് ആ റിസ്ക് എടുക്കാൻ പറ്റും. കൺവെൻഷൻ നടത്താൻ ചിലപ്പോൾ നിങ്ങളുടെ കാശ് കാണുകയല്ല, പക്ഷെ ഒരാളെ കൺവെൻഷന് കൊണ്ടുവരാൻ പറ്റത്തില്ലേ?
നിശ്ചയമായിട്ടും പറ്റും. പക്ഷെ നമ്മളത് ചെയ്തില്ല, അല്ലേ? ഒരാളുടെ അടുത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് സുവിശേഷം പറയാൻ പറ്റില്ല, പാസ്റ്ററുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ? പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ധനവാനേക്കാളും മോശമാണ്. സ്വതന്ത്രം ഞാനിവിടെ നിർത്തിയിട്ട് പോരുകയാണ്. ഈ മരണത്തിന്റെ വെയിറ്റേജ് അതെത്ര വലുതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ആ മരണം മാറ്റാൻ കർത്താവ് ചെയ്തിരിക്കുന്ന വില അതെത്ര വലുത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് രണ്ടും തിരിച്ചറിഞ്ഞാൽ ന്യായവിധിയിൽ നിന്ന് ജനത്തെ രക്ഷിക്കാൻ ഞാനും നിങ്ങളും അറിയാതെ ഇറങ്ങിക്കോളും. നമ്മുടെ വാ തുറക്കും, നമ്മൾ സംസാരിക്കും. കാരണം വരാനിരിക്കുന്ന ന്യായവിധി അത്ര വലുതാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ജനത്തോട് പ്രബോധിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ വളരെ വേഗം മടങ്ങി വരട്ടെ. ദൈവമക്കളെ, അവിടെ പറയാണ്, ഏകന്റെ ലംഘനത്താൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നിരിക്കുന്നു. വായിക്ക്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാണ്. ശ്രദ്ധിച്ചോണേ, വിവേകാനന്ദൻ പറഞ്ഞത് മനുഷ്യനെ പാപി എന്ന് വിളിക്കരുത്, അവൻ പാപം ചെയ്യുന്നില്ല എന്നാണ്. ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന നമ്മൾ അവിടെ തന്നെ കിടന്ന് കറങ്ങുന്നത് പാപം തന്നെയാണ്. തിരിച്ച് ദൈവത്തിന്റെ അടുക്കലേക്ക് പോകാൻ യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല. അതാണ് അവിടെ പറയുന്നത്. സ്തോത്രം. പാപം മനുഷ്യനിൽ പരന്നിരിക്കുന്നു, അല്ലെ? മനുഷ്യനിൽ പരന്നിരിക്കുന്നു എന്ന പദമാണ് അവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ ആരും ചെയ്യണമെന്നില്ല, ചെയ്യാതെ തന്നെ നമ്മൾ പാപത്തിന്റെ കീഴിൽ പെട്ടുപോയിരിക്കുകയാണ്. വായിച്ചോളൂ. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ഇതിൽ നിന്ന് നമ്മൾ ആർക്കും രക്ഷപ്പെടാൻ പറ്റുകയില്ല. സകല മനുഷ്യരിലും മരണം പരന്നിരിക്കുകയാണ്, അല്ലേ? അവിടെയാണ് നാട്ടുകാർ ചോദിക്കുന്ന ചോദ്യത്തിന്റെ മറുപടി കിടക്കുന്നത്. അവർ ചോദിക്കുകയാണ്, ഒരാൾ ചെയ്തതിന് നമുക്ക് എന്താണ് കുഴപ്പം? ഒറ്റയാൾ ചെയ്താൽ മതി, അയാളിൽ നിന്നാണ് നമ്മളെല്ലാവരും ജനിക്കുന്നത്. ആ പാപം നമ്മൾ എല്ലാവരും വന്നു. പാപം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ മരണം എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല. ദൈവമായിട്ട് ബന്ധമില്ല, അത്രയേ ഉള്ളൂ എൻ്റെ അർത്ഥം. ദൈവമായിട്ട് ബന്ധമില്ലാത്ത അവസ്ഥയിൽ നമ്മൾ തുടരുന്നു, അല്ലേ? അതാണ് പറഞ്ഞത്, എല്ലാവരിലും പരന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും ദൈവത്തിൽ നിന്ന് അകന്നവരായി ജനിച്ചു. വൈകി. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു. കണ്ടോ, ന്യായപ്രമാണം വരെ പാപം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മോശ വരെ, അതിനു മുമ്പ് തന്നെ പാപം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഏദനിൽ തന്നെ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു. അതിനു മുമ്പ് തന്നെ പാപമുണ്ട്. അതാണ് അവിടെ പറയുന്നത്, മോശ വരെ പാപം ഉണ്ടായിരുന്നു. വൈകി. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മോശയുടെ ന്യായപ്രമാണം എത്തുന്നത് വരെ, അതിനു മുമ്പ് ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. ഓക്കെ. കാരണം പാപം എന്താണെന്ന് ജനത്തിന് അറിയില്ല, അവർക്ക് അതിനെക്കുറിച്ച് ബോധ്യമില്ല. മോശയുടെ കാലം എത്തിക്കഴിയുമ്പോൾ കൽപ്പന എത്തി, കൊല ചെയ്യരുത്. അപ്പോ പിന്നീട് ഒരാളെ കൊന്നാൽ കേസായി. വ്യഭിചാരം ചെയ്യരുത്, പിന്നീട് ഒരാളുമായി വ്യഭിചാരം ചെയ്താൽ അത് പാപമായി. മനസ്സിലാകുന്നുണ്ടോ? അതുവരെ അവകൾ പാപമല്ല. അതിനു മുമ്പ് ആൾക്കാർ ദൈവത്തെ ഒഴികെ മറ്റു ദൈവങ്ങളെ സേവിച്ചിരുന്നു, പാപമായി വന്നില്ല. പക്ഷേ കൽപ്പന എത്തിക്കഴിഞ്ഞപ്പോൾ അത് പാപമായി. മനസ്സിലാണ്ടോ? അതവിടെ പറയുന്നത്, ന്യായപ്രമാണം എത്തുന്നത് വരെ ലംഘനങ്ങളെ പാപമായി കണക്കാക്കിയിരുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള ശിക്ഷ നടപ്പിലാക്കിയിരുന്നില്ല, ശിക്ഷ അവർക്ക് കൊടുത്തിരുന്നില്ല. ഓക്കെ, വായിക്ക്. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ശിക്ഷാവിധി കർത്താവ് കണക്കിട്ടിരുന്നില്ലെങ്കിൽ പോലും ആദം ചെയ്ത പാപം മോശ വരെയുള്ള എല്ലാവരിലും ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട്. അത് കണക്കിട്ടില്ലെന്നും പറഞ്ഞ് സാധനം അവിടെ ഇല്ലെന്നർത്ഥമില്ല. മോശ വരെ അത് വാണിരുന്നു എന്നാണ് പറയുന്നത്. കണക്കിട്ടില്ലെങ്കിൽ പോലും ആ പാപം വാണിരുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ എല്ലാവരും മരണത്തിൻ കീഴിൽ തന്നായിരുന്നു, ആരും അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. അതൊന്നും അവിടെ വിഷയമല്ല. എല്ലാവരും, മോശ വരെ, ആദം മുതൽ മോശ വരെ എല്ലാവരും പാപത്തിന് കീഴിലായിരുന്നു. എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഇനി ഇവിടെ രണ്ട് ആദമിനെ പരിചയപ്പെടുത്തി വരികയാണ്. ഒന്നാമത്തെ ആദം ലംഘനം നടത്തിയ ആദം, രണ്ടാമത്തെ ആദം നമ്മളെ ലംഘനത്തിൽ നിന്ന് വിടുവിച്ച ആദം, അല്ലേ? അപ്പൊ ഇവിടെ പറയുന്നത് ലംഘനത്തിന്റെ കാര്യം, അനുസരണക്കേടിന്റെ കാര്യവും
കൃപാവരത്തിന്റെ കാര്യം, നമ്മളെ അതിൽ നിന്ന് രക്ഷിച്ചതിന്റെ കാര്യവും ഒരുപോലെയല്ല. വായിക്കേ. ഏകന്റെ ലംഘനത്താൽ ആ. അനേകർ മരിച്ചു എങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മളെല്ലാവരും പാപികളായത് വിശ്വസിച്ചത് കൊണ്ടല്ല. വിശ്വസിക്കണമെന്ന് ഉറപ്പൊന്നുമില്ല. നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഒന്നാം മനുഷ്യനായ ആദമിൽ ജനിച്ച നമ്മളെല്ലാവരും പാപികളാണ്. നമ്മൾക്കാർക്കും ദൈവമായിട്ടൊരു ബന്ധവുമില്ല. അകന്നവരായിട്ടാണ് ജനിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ദൈവമായിട്ട് ബന്ധമില്ലാതാണ് നമ്മൾ ജനിക്കുന്നത്. എന്നാൽ കൃപാവരത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപം മോചിച്ചു തരുന്നതിന്റെ കാര്യം നമ്മൾ വിശ്വസിച്ചാൽ മാത്രമേ നമ്മളിലേക്ക് വരത്തുള്ളൂ. ഞാൻ പറഞ്ഞതിന്റെ ആ ക്രക്സ് കിട്ടുന്നുണ്ടോ? നമ്മൾ വിശ്വസിച്ചാൽ മാത്രമേ നമ്മളിലേക്ക് വരത്തുള്ളൂ. റോമർക്കെഴുതിയ ലേഖനം തന്നെ 3-ാം അധ്യായം 23 മുതൽ 12 വാക്യങ്ങൾ വായിക്കൂ. 3-ാം അധ്യായം 23 മുതൽ 12 വാക്യം. ഒരു വ്യത്യാസവുമില്ല, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത്, കണ്ടോ, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ദൈവ തേജസ് നമുക്ക് നഷ്ടപ്പെട്ടു. ദൈവം നമുക്ക് നൽകിയിരുന്നൊരു തേജസ് ഉണ്ട്. ആ തേജസ് നഷ്ടപ്പെട്ടു. തേജസ് ഇല്ലാത്തവരായി തീർന്നു. അപ്പൊ നമ്മൾ പാപം ചെയ്തില്ലല്ലോ, പാപം ചെയ്യണ്ട. നമ്മുടെ അപ്പൂപ്പൻ പുള്ളി ചെയ്തത് കാരണം നമ്മളെല്ലാവരും ജനിക്കുന്നത് തന്നെ തേജസ് ഇല്ലാതെയാണ്. വായിക്കേ. അവന്റെ കൃപയാൽ, ഈ പദപ്രയോഗം കേട്ടോണം, കർത്താവിന്റെ കൃപയാൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളോട് മനസ്സലിഞ്ഞിട്ട്, സ്തോത്രം, നമ്മൾ ആരും അർഹതപ്പെട്ടതല്ല. ഒന്നാമത്തെ ആദം പാപം ചെയ്തു. പാപം ചെയ്ത ആദമിന്റെ മക്കളായി നമ്മൾ ജനിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ അടുക്കലേക്ക് തിരിച്ച് നമ്മളെ കൊണ്ടുവരേണ്ടുന്ന യാതൊരു കാര്യവുമില്ല. അതാണ് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുമ്പോൾ ചോദിക്കുകയാണ്, നീ മനുഷ്യപുത്രനെ ഓർക്കേണ്ടതിന് അവൻ എന്ത്? അല്ലേ? നീ അവനെ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. 7-ാം വാക്യാണെന്ന് തോന്നുന്നു. ഒന്ന് വായിക്കാവോ? മനുഷ്യനെ നീ ഓർക്കേണ്ടതിന്, മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? കണ്ടോ, മനുഷ്യനെ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തു മാത്രം? അവൻ എന്ത്? അവന് ഒന്നുമില്ലല്ലോ. ഞങ്ങളുടെ അടുക്കലേക്ക് വരാൻ ഞങ്ങൾ എന്തുണ്ടു കർത്താവേ? ഇത് സങ്കീർത്തനത്തിന്റെ കൊട്ടേഷൻ എടുത്തെഴുതിയിരിക്കുകയാണ്. നമ്മൾ തിരിച്ചറിയണം, നമ്മൾ വലിയ സംഭവമൊന്നുമല്ല. സ്തോത്രം. വളരെ കുറച്ചു കാലത്തേക്ക് ജീവിക്കാൻ വന്ന നിസ്സാര മനുഷ്യരാണ്. ബ്രോയിലർ ചിക്കനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വെറും 40 ദിവസത്തേക്ക് കൂടിൽ വളരാൻ വേണ്ടി വിധിക്കപ്പെട്ടവരാണ് അവർ. വെറും 40 ദിവസം. 50 ദിവസം അതിന് നിൽക്കാൻ ഒക്കില്ല, അത് ചത്തുപോകും. വെറും 40 ദിവസത്തേക്ക്. നിങ്ങൾ ഓർക്കൂ, നമ്മൾ വെറും 100 കൊല്ലത്തേക്ക്. അങ്ങ് അറ്റം പറഞ്ഞതാണ് കേട്ടോ. 120 ബൈബിൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നത്തെ ആഹാര ക്രമീകരണം അനുസരിച്ച് അത്രയൊന്നും പോവില്ല. 70 ഏറെ ആയാൽ 80, അല്ലെങ്കിൽ 100 വെച്ചോളൂ. വെറും 100 കൊല്ലത്തേക്ക് വന്ന വെറും മനുഷ്യരാണ് നമ്മൾ. രക്ഷിക്കപ്പെടാതെ പോയാൽ നമുക്ക് ഒരു വിലയും വചനം നൽകുന്നില്ല. രക്ഷിക്കപ്പെട്ടാൽ നമ്മുടെ വില മുഴുലോകത്തെക്കാളും വിലയായി മാറുകയാണ്. സ്തോത്രം. ഇപ്പൊ നമുക്ക് ദൈവമായിട്ടിരിക്കുന്ന വില നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പിശാച് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് എങ്ങനെയെങ്കിലും ഈ രക്ഷ നമ്മൾ പ്രാപിക്കാതെ തട്ടിപ്പോവുക എന്നുള്ളതാണ്. പെന്തക്കോസുകാരനാകുന്നു എന്നതുകൊണ്ട് പിശാചിന് ടെൻഷൻ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ സ്ഥിരമായി പെന്തക്കോസ് പള്ളിയിൽ പോകുന്നു എന്നതുകൊണ്ട് ഒന്നും പിശാചിന് ഒരു ടെൻഷനും ഇല്ല. പിശാചിന് ടെൻഷൻ വരുന്നത് നമ്മൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോഴാണ്. സ്തോത്രം. ക്രിസ്തുവിന് വേണ്ടി നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ്, ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ വെളിപ്പെട്ട് തുടങ്ങുമ്പോഴാണ് പിശാച് ഒരല്പം വിറയ്ക്കുന്നത്. അല്ലാതെ വിറയ്ക്കത്തൊന്നുമില്ല, പേടിക്കത്തുമില്ല. നമ്മൾ അങ്ങനെ ആരും ചിന്തിക്കുകയും വേണ്ട. ഞാൻ വളരെ വേഗം മുമ്പിലേക്ക് പോയിക്കോട്ടെ. അപ്പോൾ ഇവിടെ പറഞ്ഞോ, മനുഷ്യപുത്രനെ ഞങ്ങളത് ഓർക്കേണ്ടതിനെന്ത്? വായിക്കേ. നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി, കണ്ട, ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് എന്തെല്ലാം ഉണ്ടായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ദൂതന്മാരെക്കാളും അല്പം താഴ്ത്തി നമ്മളെ സൃഷ്ടിച്ചു. നമുക്ക് തേജസ്സും ബഹുമാനവും തന്നിരുന്നു. സ്തോത്രം. വായിക്കേ. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, സകലത്തിന്റെയും അധിപതിയാക്കി മനുഷ്യനെ. കേട്ടോ, സകലത്തിന്റെയും അധിപതിയാക്കി മനുഷ്യനെ. അപ്പോൾ ഏറ്റവും മുകളിൽ ദൈവം, തൊട്ട് താഴെ ദൂതന്മാർ, അതിന്റെ താഴെ മനുഷ്യൻ, അതിന്റെ താഴെ സർവ്വ സൃഷ്ടിയും, അതിന്റെ താഴെയാണ് വീണുപോയ പിശാച് കിടക്കുന്നത്. മനസ്സിലുണ്ടോ? അപ്പൊ ദൈവം മനുഷ്യന് കൊടുക്കുന്ന പൊസിഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ദൂതന്മാരെക്കാളും അല്പം താഴ്ത്തി, അവന് തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. വായിക്കേ. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, വായിക്കേ. സകലവും അവന്റെ കാൽ കീഴിൽ. സകലവും അവന്റെ കാൽ കീഴിൽ. സകലവും അവന്റെ കാൽ കീഴിൽ. എത്ര ഭംഗിയായിട്ടാണ്, എത്ര തേജസ്സോടെ, എത്ര അധികാരത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ടാക്കിയതെന്ന് ആലോചിക്കൂ. അത് പോരാഞ്ഞിട്ട് അവന് ദൈവമാവാനുള്ള ആഗ്രഹം ഉണ്ടായി. ആഗ്രഹം ഉണ്ടായതല്ല, ചെകുത്താൻ അവന്റെ ഉള്ളിൽ കുത്തിവെച്ചതാണ്. കാരണം അവനറിയാം
ദൈവത്തോടൊപ്പം ഇരിക്കാൻ ഒരുത്തൻ ആഗ്രഹിച്ചാൽ ദൈവം അവനെ താഴെ തട്ടുമെന്ന് അവൻ അറിയാം. സ്തോത്രം. ആ സെയിം ഇഞ്ചക്ഷൻ അവൻ അവന്റെ തലച്ചോറിൽ കുത്തിവെച്ചു എന്നുള്ളതാണ് പ്രശ്നം, അല്ലേ? ഇന്ന് മനുഷ്യന് വിധേയത്വം വളരെ കുറവാണ്. സ്തോത്രം. മറ്റുള്ളവനെ ശ്രേഷ്ഠനായി എണ്ണുക എന്നുള്ളത് വളരെ കുറവാണ്. സ്തോത്രം. താഴെ ഇരിക്കുക എന്നുള്ളത് വളരെ കുറവാണ്. എല്ലാവർക്കും ഏറ്റവും മേളിലിരിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അത് ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്. പിശാച് നരകത്തിൽ ചെല്ലുമ്പോൾ ഞെട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. കാരണം അവനേക്കാളും വലിയ ടീമുകളാണ് അവിടെ ചെല്ലുന്നത്. അവൻ അവിടെ പോലും ഉദ്ദേശിച്ച കസേര കിട്ടാനുള്ള സാധ്യത എന്റെ നോട്ടത്തിൽ കാണുന്നില്ല. ശരിയല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒന്നും മിണ്ടാതിരുന്നാ മതി, എല്ലാം ശരിയാക്കാം. വൈകി എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. സകലവും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല എങ്കിലും എന്ന് പറഞ്ഞാൽ അവനൊന്നും കീഴ്പ്പെട്ടതായി കാണുന്നില്ല അല്ലേ? ദൈവം തൊട്ട് താഴെ ദൂതന്മാർ, തൊട്ട് താഴെ മനുഷ്യൻ, അതിന്റെ തൊട്ട് താഴെ സർവ്വ സൃഷ്ടിയും, ഏറ്റവും താഴെ ചെകുത്താൻ, സർവത്തിന്റെയും മുകളിൽ അവൻ അധികാരം കൊടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ ഒന്നും കീഴ്പ്പെട്ടതായി കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ താഴത്തെ പിശാച് മുകളിൽ കയറി വന്ന് യവന്റെ അടുത്ത് പറഞ്ഞു, നീ ദൈവത്തിന്റെ ഒപ്പം ആകാൻ പറ്റും, ഈ ഫലം തിന്നാൽ. അത് തിന്നതോടുകൂടി ഏറ്റവും താഴെ പോയി. ഒന്നും അവന് കീഴിലല്ല. അവിടെയാണ് സങ്കീർത്തനക്കാരന്റെ ചോദ്യം, മനുഷ്യപുത്രനെ ഓർക്കേണ്ടതിന് നീ എന്ത് എന്ന് പറഞ്ഞാൽ അവനത് താഴെ പോയി, അവനെ ഓർക്കേണ്ടതിന് നീ എന്ത്. അവിടെയാണ് ഇവിടെ പറയുന്നത് എങ്കിലും എന്ന് പറഞ്ഞാൽ എല്ലാ കൃപകളും അവന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ, കണ്ടോ, നമുക്കെല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ പിതാവായ ദൈവത്തിന്റെ കൂടെ ഇരുന്ന പുത്രനായ ക്രിസ്തു ആ കുപ്പായം അഴിച്ചു വച്ച് ദൂതന്മാരെക്കാളും അല്പം താഴേക്ക് വന്നു. എന്തിന്? എന്നെയും നിങ്ങളെയും വീണ്ടെടുത്ത് തിരിച്ച് പഴയ പൊസിഷനിലേക്ക് കൊണ്ടെത്തിക്കാൻ. സ്തോത്രം. അവിടെയാണ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ ശ്ലീഹൻ പറയുന്നത് വിശ്വാസത്താൽ. സ്തോത്രം. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കഴിവും എല്ലാവരുടെ കൃപകളും നഷ്ടപ്പെട്ടിരിക്കുന്നു, എല്ലാവരുടെ മഹിമയും തേജസ്സും നഷ്ടപ്പെട്ടിരിക്കുന്നു. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. fall short from the glory of God. മകളിൽ നിന്ന് താഴെ പോയി. നമ്മളെല്ലാവരും താഴെ പോയി ദൈവമക്കളെ. അവിടെയാണ് പറയുന്നത് അവന്റെ അടുത്ത വൈകി അവന്റെ കൃപയാൽ, കണ്ടോ, ദൈവത്തിന്റെ കൃപയാൽ യേശുക്രിസ്തുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം എന്ന് പറഞ്ഞാൽ താഴെ നിന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങി മുകളിലേക്ക് കയറ്റാൻ ക്രിസ്തു വീണ്ടെടുപ്പ് വിലയടച്ചു. എവിടെ? ന്യായപ്രമാണം പറഞ്ഞു പാപം ചെയ്ത ദേഹി മരിക്കണം. കർത്താവ് പറഞ്ഞു ഞാൻ മരിക്കാം. നമ്മളിൽ ആരെയും എടുത്ത് മരണത്തിനേൽപ്പിച്ചാൽ അവിടെ അതുകൊണ്ട് ഗുണമുണ്ടാവില്ല. അതുകൊണ്ട് വചനമായിരുന്ന ക്രിസ്തു, വെളിച്ചമായിരുന്ന ക്രിസ്തു, ജീവനായിരുന്ന ക്രിസ്തു ജഡമെടുത്ത്, നമ്മെപ്പോലത്തെ ജഡമെടുത്ത് നമ്മുടെ ഇടയിൽ പാർത്തു. എന്നിട്ട് നമ്മുടെ മുഴുവൻ റെപ്രസെന്റേറ്റീവായി എല്ലാവർക്കും വേണ്ടി ഒരുത്തൻ പാപം ചെയ്തു എങ്കിൽ എല്ലാവർക്കും വേണ്ടി ഒരാൾ വില കൊടുക്കാൻ തയ്യാറായി. ആ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന എല്ലാവരുടെയും പാപം എഴുതി തള്ളാൻ, അവരെ നീതീകരിക്കാൻ പിതാവിന് ഇഷ്ടം വന്നു. അതാണ് അതിന്റെ ക്രക്സ്, അതാണ് അതിന്റെ പരമപ്രധാനമായ കാര്യം. സ്തോത്രം. അത് സ്വീകരിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. താഴേക്ക് വായിക്കും, മനസ്സിലാവും. വായിക്കൂ. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. നീതീകരണം ഫ്രീ ആണ് കേട്ടോ, ഒരു നയ പൈസയുടെ ആവശ്യമില്ല. കാരണം ഒന്നാമത്തെ ആദമിൽ നിന്ന് നമ്മളിലേക്ക് പാപം വന്നു പെട്ടത് തന്നെയാണ്. അതിനെ ഒഴിച്ച് കളയാൻ നമുക്ക് ഫ്രീ ആയിട്ടാണ് നീതീകരണം. പക്ഷേ ഒന്നാമത്തെ ആദമിൽ നിന്ന് വന്നതുപോലെ സ്വാഭാവികമായി വരില്ല. മനസ്സിലായോ? നമ്മൾ പാപികളായി തീർന്നത് സ്വാഭാവികമായിട്ടാണ്. നീതിമാന്മാരാകുന്നത് സ്വാഭാവികമായിട്ടല്ല. നമ്മൾ ഏറ്റു പറയണം. ഏദനിൽ ആദമിന്റെ മുമ്പിൽ ഒറ്റ ഓപ്ഷൻ, ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ ദൈവമായിട്ടുള്ള ബന്ധം കട്ടാവും. അതുവരെ ബന്ധമുണ്ട്. ബന്ധം വേണ്ടെങ്കിൽ ഇതിന്ന് തിന്നാം. അയാൾ അതിന്ന് തിന്നു. ഇപ്പോ ബന്ധമില്ല. ഇനി ബന്ധം വേണമെങ്കിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പിടികിട്ടുന്നുണ്ടോ? ഏദനിൽ മനുഷ്യനായിരിക്കുന്ന സമയം ദൈവമായിട്ട് ബന്ധമുണ്ട്. വേണ്ടെങ്കിൽ വൃക്ഷഫലം തിന്നാൽ മതി. അവൻ തിന്നു, ബന്ധം കട്ടായി.
ഇപ്പം നമുക്ക് ബന്ധമില്ല, ബന്ധം വേണമെങ്കിൽ അതിനു വേണ്ടി പിതാവ് വച്ചിരിക്കുന്ന ഏകജാതനെ സ്വീകരിക്കണം. സ്വീകരിക്കാന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങ് പറഞ്ഞാൽ പോരാ, കർത്താവിന്റെ രക്ഷകനാണ് അയ്യോ എന്ന് പറഞ്ഞാൽ പോരാ. വചനം അനുസരിച്ച് കർത്താവ് കാണിച്ചു തന്ന മാതൃക പ്രകാരം ജീവിച്ചിവിടന്ന് പോണം. അതിനു വേണ്ടിയാണ് നമ്മൾ മനോഹരമായ ഹോളൊക്കെ വെച്ച്, AC വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇല്ലെങ്കിൽ വെക്കണം, AC ഒക്കെ വെച്ച് നമ്മൾ ഇരിക്കുന്നത് അല്ലേ. ഞാൻ എൻ്റെ ചർച്ചയിൽ AC ഒക്കെ വെച്ചിട്ടുണ്ട്, തണുത്തിരിക്കട്ടുന്ന ആൾക്കാർ. അഥവാ ഗുണം പിടിച്ചില്ലെങ്കിൽ ചൂടത്താണ് പോവേണ്ടത്. ഇവിടെയും ചൂടത്തിരുത്തുന്നത് ശരിയല്ലല്ലോ. ശരിയല്ലേ? നിങ്ങൾക്ക് അത്ര അങ്ങോട്ട് പിടിക്കുന്നില്ല എന്ന് തോന്നുന്നു. നാളേക്ക് വേറെ കാര്യം ഞാൻ പറയാം. ഇതൊന്നും പറയാല, രക്ഷിക്കപ്പെടുന്ന കാര്യം ഒന്നും പറയാല. സഹോദരം, ദൈവമക്കളെ, കാര്യത്തിന്റെ ഗൗരവം തിരിച്ചറിയണം. നമ്മളിവിടെ അല്പകാലമേ നിൽക്കൂ, ഒരിക്കൽ മരികയും. ന്യായവിധി ഉണ്ടാകാനുള്ള കാരണം ഇതാണ് വിഷയം. ഇവിടെ പറയാണ്, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു, അവന്റെ കൃപയാൽ ക്രിസ്തുവേശുവിലുള്ള വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ടാണ് നീതീകരണം, രക്ഷ സൗജന്യം. അപ്പൊ നമ്മുടെ മുമ്പിൽ ഇപ്പൊ എന്ത് നിൽപ്പുണ്ട്? കർത്താവായ യേശു ക്രിസ്തുവിനെ നിർത്തിയിട്ടുണ്ട്. ഇത് മാറിപ്പോവരുത്. ഒറിജിനൽ യേശുവിനെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. മനസ്സിലായോ? ഒറിജിനൽ യേശുവിനെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ളതാണ്. അല്ല ഡ്യൂപ്ലിക്കേറ്റ് മേടിച്ചു വെച്ചിട്ട് നിങ്ങൾ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് തിരഞ്ഞെടുക്കാനുള്ള തലച്ചോറ് ദൈവം എല്ലാവർക്കും തന്നിട്ടുണ്ട്. മനസ്സിലായോ? ആ തലച്ചോറ് എല്ലാവർക്കും. അപ്പൊ നിങ്ങൾ തീരുമാനിക്കണം, എന്റെ ചർച്ചിൽ പ്രസംഗിക്കുന്നത് ഒറിജിനൽ യേശുവിനെയാണോ അതോ മറ്റൊരു യേശുവിനെയാണോ? എന്റെ ചർച്ചിൽ പ്രസംഗിക്കുന്നത് ഒറിജിനൽ പരിശുദ്ധാത്മാവിനെയാണോ അതോ മറ്റൊരു പരിശുദ്ധാത്മാവിനെയാണോ? എന്റെ ചർച്ചിൽ സംസാരിക്കുന്നത് ഒറിജിനൽ സുവിശേഷമാണോ അതോ മറ്റൊരു സുവിശേഷമാണോ? ഉത്തരം നല്ല വിശേഷം എന്ന് പറയുന്നത് മുട്ടുവേദന മാറുമെന്ന് പറയുന്നത് നല്ലൊരു വിശേഷമാ അല്ലേ? പക്ഷേ മുട്ടുവേദന മാറിയിട്ട് സ്വർഗത്തിൽ പോയില്ലെങ്കിൽ ഇതെങ്ങനെ നല്ല വിശേഷമാവും? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും നല്ല വിശേഷമാണ്. മോശം വിശേഷമാണോ? 10 കാറ് മേടിക്കുന്നു, മോശം വിശേഷമാണോ? നല്ല വിശേഷമാണ് അല്ലേ? വലിയ വീടുകൾ ഇഷ്ടം മാതിരി വെക്കുന്നു, നല്ല വിശേഷമല്ലേ? അല്ലേ? പോകുന്ന സമയത്ത് നമുക്ക് ഒന്നും ഈ ശരീരം പോലും കൊണ്ടുപോകാൻ പറ്റുകയല്ല. അവിടെ ചെല്ലുമ്പോൾ ഒന്നും ഇല്ലെന്നുള്ള ഗതി ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് ഇവിടെ വാടക വീട്ടിൽ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. സ്വതന്ത്രം നമ്മൾ ഭാരപ്പെടുകയൊന്നും വേണ്ട. ഇവിടെ നമുക്ക് കാശില്ലായിരുന്നു, ഭാരപ്പെടുകയൊന്നും വേണ്ട. ഇവിടെ നമുക്ക് നഷ്ടങ്ങളുണ്ട്, ഇതൊന്നും ഭാരപ്പെടണ്ട. ഇവിടെ നമുക്ക് എല്ലാം കളഞ്ഞേച്ച് പോയേ പറ്റത്തുള്ളൂ. സ്വതന്ത്രം ചിലർക്ക് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് നഷ്ടപ്പെടും, അതിൽ ഭാരപ്പെടുകയൊന്നും വേണ്ട. സ്തോത്രം. ഇയ്യോബിന് എല്ലാ ഭാഗങ്ങളും നഷ്ടപ്പെടുമ്പോൾ ഇയ്യോബ് പറയുകയാണ് അവസാനം, ദേഹസഹിതനായി ഞാൻ എൻ്റെ പ്രാണപ്രിയനെ കാണും അല്ലേ? അതാണ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിനകത്തുള്ള പ്രത്യാശ. ഈ പ്രത്യാശ നമുക്കുണ്ടാവണം. സ്തോത്രം. നമ്മളിവിടെ നേടുന്നതെല്ലാം കളഞ്ഞിട്ട് പോയേ പറ്റുള്ളൂ. ഒരു സാധനം കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഒറ്റ സാധനം അല്ലേ? ഞാനിപ്പോ ഇവിടെ വീണാൽ എൻ്റെ എല്ലാം ഓരോ സാധനം ഓരോരുത്തർ കൊണ്ടുപോകും അല്ലേ? ആർക്കും വേണ്ടാത്ത എൻ്റെ ശരീരമാണ്. അത് നാളെ ഉച്ചയോടുകൂടി അതുകൊണ്ട് ശവമടക്കും. അത് ആർക്കും വേണ്ട. സ്വതന്ത്രം. ഞാൻ ഉണ്ടാക്കിയതെല്ലാം ഇവിടെ ഇട്ടിട്ട് പോകണം. ഞാൻ അങ്ങനെ വലുതായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, എങ്കിലും എല്ലാം ഇവിടെ ഇട്ടിട്ട് പോകണം. ആരും കുഴിക്കകത്തോട്ട് വരാൻ പോകുന്നില്ല, ആരും വരില്ല. എല്ലാവരും വന്ന് കുറച്ചു നേരം കരഞ്ഞ് ഉമ്മയൊക്കെ തന്നിട്ട് എല്ലാവരും പോവും, ആരും കൂടെ വരില്ല. നാളെ ഈ സമയത്തിന് മുമ്പ് അടക്കം ഉറപ്പാണ് അല്ലേ? അതങ്ങനെ നടക്കത്തുള്ളൂ. സ്വതന്ത്രം. മോള് ദൂരെയാണ്, അവൾ വരാനൊന്നും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓൺലൈനിൽ കാണാനുള്ള ക്രമീകരണം ഇപ്പോൾ ഉള്ളതുകൊണ്ട് അതങ്ങ് നടക്കും. സ്വതന്ത്രം. ഇതിലൊന്നും വലിയ കഥയൊന്നുമില്ല അല്ലേ? വന്നാലും വന്ന ഉടനെ ഒരു 2 മിനിറ്റ് കരച്ചിൽ കാണും, പിന്നീട് എല്ലാം ശാന്തമാവും. സ്വതന്ത്രം. ഇതിനകത്തൊന്നും ഒരു കഥയില്ല. ദൈവമക്കളെ, ഒരിക്കൽ മരിക്കുകയും തുടർന്ന് ന്യായവിധി എന്തിനാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, ദൈവവുമായി ബന്ധമുണ്ടായിരുന്ന മനുഷ്യൻ വൃക്ഷഫലം തിന്നതോടുകൂടി ദൈവമായിട്ടുള്ള ബന്ധം കട്ടാക്കി. ആ ബന്ധം തിരിച്ചു വേണമെങ്കിൽ തരാൻ പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് ഇറക്കി തന്നു. ആ ഏകജാതനായ ക്രിസ്തുവിലൂടെ നിത്യജീവൻ പ്രാപിക്കാതെ പോകുന്നവർക്കാണ് ന്യായവിധി വരുന്നത്. സ്തോത്രം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിക്കാതെ നിത്യജീവൻ പ്രാപിക്കണമെന്നാണ്. 17-ാം വാക്യം വായിക്ക്, പെട്ടെന്ന് വായിക്ക്. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല. കണ്ടോ? ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ, ലോകം യേശുവിലൂടെ രക്ഷപ്പെടാനാണ്. കണ്ടോ? യേശുവിലൂടെ രക്ഷപ്പെടാൻ വേറെ ഓപ്ഷൻ ഇവിടെ ഇല്ല. അതാണ് പത്രോസ് പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെട്ടൊരു നാമമില്ല. ഇന്ന് രാത്രി നിങ്ങൾ ഉറപ്പുവരുത്തണം, ഞാൻ സ്ഥിരമായിട്ട് പള്ളി പോകുന്നതേ ഉള്ളൂ അതോ യേശു എൻ്റെ രക്ഷകനായി മാറിയിട്ടുണ്ടോ? കർത്താവ് പറയാ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. വചനം പ്രമാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം.
സ്തോത്രം. പെന്തക്കോസ്തുകാരനാണെന്ന് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. സ്തോത്രം. നമ്മൾക്ക് ഒറിജിനൽ ക്രിസ്തു നമ്മുടെ ഉള്ളിലാകുന്നില്ലെങ്കിൽ, ആ ക്രിസ്തുവിനെ നമുക്ക് പ്രദർശിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ജീവിതം വേസ്റ്റ് ആണ്. നമ്മൾ അറിയാതെ നരകത്തിലേക്ക് പോകും. സ്തോത്രം. വരും ദിവസങ്ങളിൽ ഞാൻ അതിന്റെ കൂടുതൽ വിശദീകരണങ്ങൾ സംസാരിച്ചോളാം. ഞാനിപ്പോൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതായിട്ട് വായിക്കും. യേശുവിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. കണ്ടോ? യേശുവിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായിക ന്യായവിധി വന്നു കഴിഞ്ഞു. കണ്ടോ? ന്യായവിധി വന്നു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരിൽ നിന്നും ന്യായവിധി മാറിപ്പോകണമെന്ന്, ഈ ദേശത്തിലുള്ള എല്ലാവരിൽ നിന്നും ന്യായവിധി മാറിപ്പോകണമെന്ന് ദൈവസഭ ആഗ്രഹിക്കുകയാണ്. ദൈവ മക്കൾ ആഗ്രഹിക്കുകയാണ്. നമുക്ക് വേണ്ടി ജീവനെ തന്ന കർത്താവ് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. മറ്റൊന്നിനും വേണ്ടി ജീവിക്കരുത്. കർത്താവ് പറയാണ്, നിങ്ങളുടെ പുതപ്പെടുക്കുന്നവന് ഉടുപ്പും കൂടി വിട്ടുകൊടുത്തേക്കാൻ. ആ ബോധ്യം നമുക്ക് വേണം. പുതപ്പെടുക്കുന്നവന് ഉടുപ്പും കൂടി വിട്ടുകൊടുക്കണം. എൻ്റെ വസ്തുവിൻ്റെ എല്ലാ അതിരുകളും ആൾക്കാർ മാന്തിയിട്ടുണ്ട്. എല്ലാവരും മാന്തിയതിനനുസരിച്ച് ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഒരിടത്ത് ഞാൻ ബഹളം ഉണ്ടാക്കിയിട്ടില്ല. സ്തോത്രം. എനിക്ക് ഒരു നഷ്ടവും വന്നിട്ടില്ല. ഈ കിട്ടിയവരാരും കൊണ്ടുപോയിട്ടുമില്ല. എനിക്ക് പിന്നെ കൊണ്ടുപോകാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? നടക്കുന്ന കാര്യമല്ല. സ്തോത്രം. എൻ്റെ എല്ലാ അതിരുകളും മാന്തിയിട്ടുണ്ട്. എല്ലാ അതിരുകളും. സ്തോത്രം. ഒരിടത്തും ഞാൻ കേസിനും പോയിട്ടില്ല, ഒരിടത്തും വഴക്കിനും പോയിട്ടില്ല. അല്ലേ? ഞാൻ അവർക്ക് ഇഷ്ടമുള്ളിടത്ത് കയറി കെട്ടിയിട്ട് കെട്ടിക്കോളാൻ പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഞാൻ കെട്ടിയെടുത്ത് ഞാൻ കെട്ടിയിട്ടേ ഉള്ളൂ. സ്തോത്രം. ഒരിടത്തും ഞാൻ വഴക്കിന് പോയിട്ടില്ല. അല്ലേ? അടുത്തിടയ്ക്ക് ഒരാൾ എൻ്റെ ബന്ധുവിൻ്റെ അയാൾ ബഹളം ഉണ്ടാക്കി, അയാൾ കൊണ്ട് കേസൊക്കെ കൊടുത്തു. അയാളുടെ വസ്തുവിലേക്ക് അവിടെ നിന്ന് വെള്ളം ഒഴുകുന്നു എന്നൊക്കെ പറഞ്ഞ് കേസൊക്കെ കൊടുത്തു. അത് അതിന് പിടിച്ചപ്പോൾ അയാളുടെ വീട് എൻ്റെ വസ്തുവിലിരിക്കുകയാണ്. അല്ലേ? അവസാനം പോലീസുകാരൻ എന്നോട് സംസാരിച്ചു, എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, അതവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ അതിൻ്റെ കോണൊന്നും ഇടിക്കാൻ പോകണ്ട, അതവിടെ ഇരിക്കട്ടെ. അത് ഇടിച്ചിട്ട് എനിക്ക് എന്താണ് നേടാൻ? അതവിടെ ഇരിക്കട്ടെ. അല്ലേ? ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, ഇതെല്ലാം നമ്മളിവിടെ ഇട്ടേച്ചു പോകും. നമ്മൾ ക്രിസ്ത്യാനിയാണ്, ദൈവമക്കളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വാഗോണ്ട് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതത്തിൽ അത് ഉണ്ടാകണം. ചുറ്റുപാടുമുള്ളവൻ നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയണം. നമ്മുടെ ചുറ്റുപാടുമുള്ള ജാതിയിൽപ്പെട്ടവൻ നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയണം. അവൻ ദൈവമകനാണെന്ന് പറയണം. സ്തോത്രം. അതിനവർക്ക് കഴിയണം. സ്തോത്രം. അമ്മാതിരി നമ്മുടെ ജീവിതം രൂപാന്തരപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ അതിനു വേണ്ടി നിങ്ങളെ തന്നെ സമർപ്പിക്കണം. നിസ്സാരമായ ഒരു ക്രിസ്തീയ ജീവിതം നിങ്ങൾ നയിക്കാൻ തയ്യാറാകരുത്. ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന അതേ മാതൃക പ്രകാരം ജീവിക്കാൻ ഒരു തീരുമാനം നമ്മൾ മനസ്സിലെടുക്കണം. അതിൻ പ്രകാരം ജീവിക്കുവാൻ ശ്രമിക്കുകയും വേണം. അതിന് നമുക്ക് വിചാരിച്ചെന്നും പറഞ്ഞ് നടക്കില്ല. പരിശുദ്ധാത്മാവ് വന്നാലേ നടക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവ് വന്നാലേ ശക്തി കിട്ടത്തുള്ളൂ. ആ ശക്തി കിട്ടിയാലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവരായി വന്നിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ, അഡ്ജസ്റ്റ് ചെയ്ത് അടുത്തുള്ളവരുടെ അന്യഭാഷ കേട്ട് പഠിച്ച് വെച്ച് കാച്ചിക്കൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് അവസാനിപ്പിക്കണം. ചിലപ്പോൾ ചിലർ വിചാരിക്കണം, നമ്മൾ അന്യഭാഷ പറഞ്ഞില്ലെങ്കിൽ പാസ്റ്റർ എന്തോ വിചാരിക്കും. അങ്ങനെ പറയുന്ന ആൾക്കാരെ എനിക്കറിയാം. സ്വതന്ത്രം. ചിലയിടയ്ക്ക് ഞങ്ങളിങ്ങനെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ പറയാറുണ്ട്, ഞാനിത് കുറേ ദിവസം പറഞ്ഞു നോക്കി, എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ മതിയാക്കി. സത്യമാണ്, ചുമ്മാ പറഞ്ഞല്ല. അങ്ങനെയൊക്കെ പറയുന്ന കള്ളത്തരങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്നവരുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഒറിജിനൽ അല്ലെന്ന് നിങ്ങൾക്കറിയാൻ പറ്റും. ഒറിജിനൽ അല്ലെങ്കിൽ ഈ കൺവെൻഷൻ്റെ പ്രാരംഭ ദിവസം നിങ്ങൾ നിർത്തണം അത്. എന്നിട്ട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് ആത്മാവിനെ തരണം. ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും കർത്താവ് ആത്മാവിനെ പകരും. കർത്താവ് ആത്മാവിനെ പകരാതെ നമുക്കാർക്കും ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയില്ല. കർത്താവ് നമ്മുടെ മേൽ കൃപ പകരാതെ നമുക്കാർക്കും ക്രിസ്തീയ ജീവിതം സൂക്ഷിക്കാൻ കഴിയില്ല. അവിടെ പറഞ്ഞത് കണ്ടോ, എല്ലാവരും പാപം ചെയ്തപ്പോഴും ദൈവം സൗജന്യമായി നീതീകരണം നൽകി. മാന്യ ദൈവമക്കളെ, നമ്മുടെ ഏത് പാപത്തെയും എഴുതിത്തള്ളാൻ നമ്മുടെ കർത്താവ് തയ്യാറാണ്. ഏത് പാപത്തെയും എഴുതിത്തള്ളാൻ കർത്താവ് തയ്യാറാണ്. ഇന്ന് രാത്രിയിൽ നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കുവാൻ നമുക്ക് തയ്യാറാകാം. കർത്താവെ, ഒരിക്കൽ മരിക്കയും അടുത്ത് ന്യായവിധിയും ഉണ്ടെങ്കിൽ, യേശുക്രിസ്തുവിനെ സ്വീകരിക്കാതിരിക്കുന്നതാണ് ന്യായവിധിയെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ എൻ്റെ യേശുവിനെ സ്വീകരിക്കുവാൻ തയ്യാറാണ്. ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറാണ്. ചിലപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും, ഞങ്ങളൊക്കെ പെന്തക്കോസ്തുകാരാണ്, ഞങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ട് കാലം കുറയായി. നോ. ക്രിസ്തുവിൻ്റെ ജീവിതം നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടുന്നില്ലെങ്കിൽ, ക്രിസ്തുവിൻ്റെ സ്വഭാവം നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. വചനം പറഞ്ഞത് ഇങ്ങനെയാണ്, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്ക വരട്ടെ, ഞാൻ നിങ്ങൾക്ക് സൗജന്യമായി തരാം, നിങ്ങളിൽ നിന്ന് ജീവജല നദി ഒഴുകും. ഞാൻ സിമ്പിൾ ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ അടുക്കൽ നിങ്ങൾ നിങ്ങളുടെ കയ്പ് മാറാൻ വേണ്ടി ചെന്നാൽ കർത്താവ് നിങ്ങളുടെ അകത്തേക്ക് അതിനുള്ള അഭിഷേകം തരും. ഒരു ഗ്ലാസ് തന്നാൽ മതി,
നിങ്ങളിൽ നിന്ന് അത് ഒഴുകുമ്പോൾ ഭയങ്കര നദിയായിരിക്കും. അല്ലേ? കോപം മാറാനുള്ള കൃപ കർത്താവിൽ നിന്ന് നമ്മളിലേക്ക് അങ്ങോട്ട് ഒഴുകിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കോപിക്കാനേ പറ്റത്തില്ല. അത് വേണ്ടല്ലേ നിങ്ങൾക്ക്? എന്നാൽ അത് വേണ്ട, നമുക്ക് വേറെ എടുക്കാം. പ്രൈസ് ദി ലോർഡ്. കോപം മാറണം, കയ്പ് മാറണം, എല്ലാം മാറണം. മാറിയേ പറ്റൂ. വരും ദിവസങ്ങളിൽ ഞാൻ എല്ലായിടത്തൂടെയും കയറി ഇറങ്ങും. സ്തോത്രം. കയ്പെല്ലാം മാറിയേ പറ്റൂ. എല്ലാ വ്യാജഭാവവും മാറിയേ പറ്റൂ. മാറിയേ തീരൂ. കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ പകരുമ്പോൾ അത് മാറണം, അത് മാറിയിരിക്കണം. ഇല്ലെങ്കിൽ ന്യായവിസ്താരത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. 10, 15, 25 കൊല്ലം മാത്രം കൂടെ ജീവിക്കേണ്ടുന്ന ഞാനും നിങ്ങളും ഒരു കയ്പും ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ലോകത്തിൽ ആരോടും, നരേന്ദ്രമോദിയോടും കയ്പ് വെച്ചുകൊണ്ടിരിക്കരുത്, പിണറായിയോടും കയ്പ് വെച്ചുകൊണ്ടിരിക്കരുത്. സ്തോത്രം. ആരോടും കയ്പ് വെച്ചുകൊണ്ടിരിക്കരുത്. കയ്പ് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളത് ഉപേക്ഷിക്കാൻ തയ്യാറാവണം. അതേത് തരത്തിലുള്ള കയ്പായാലും. കാരണം ഒരിക്കൽ മരിക്കയും അടുത്ത ന്യായവിധിയും. തൊട്ടടുത്ത് പറയുന്നത് എങ്ങനെയാണ്? കർത്താവ് വരുന്നത് പാപം കൂടാതെ കാത്തിരിക്കുന്നവരെ രക്ഷിക്കാനാണ്. അങ്ങനെയാണെങ്കിൽ ഹൃദയാന്തർഭാഗത്ത് ഏതു വിധേനയും വന്നുപെട്ട എല്ലാറ്റെയും തൂത്തുകളയാൻ ഇന്ന് രാത്രിയിൽ ഞാനും നിങ്ങളും തയ്യാറാകണം. അതിനൊന്നും റീസൺ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇങ്ങനെ ആയതുകൊണ്ടാണ്, അങ്ങനെ ആയതുകൊണ്ടാണ്, ഇതൊന്നും അവിടെ കർത്താവിന് കേൾക്കേണ്ട കാര്യമില്ല. ആരുടെയും ഒരു ന്യായങ്ങളും കർത്താവിന് കേൾക്കേണ്ട കാര്യമില്ല. ഹൃദയത്തിനകത്ത് കയ്പുണ്ടോ, ഹൃദയത്തിനകത്ത് വ്യാജഭാവമുണ്ടോ, ഹൃദയത്തിനകത്ത് കോപമുണ്ടോ, ഹൃദയത്തിനകത്ത് വെറുപ്പുണ്ടോ, സകലതും ഇന്ന് രാത്രിയിൽ നമ്മൾ ദൈവസന്നിധിയിൽ ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസന്നിധിയിൽ മൂടാവോ? കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാവോ? ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ മൂടാം. ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം. കർത്താവേ, എന്നെ അങ്ങ് ശുദ്ധീകരിക്കണമെന്ന് പറയാം. അങ്ങയുടെ കൃപയാൽ എന്നെ നിറയ്ക്കണമെന്ന് പറയാം. എൻ്റെ പാപത്തെ അങ്ങ് കഴുകി എന്നെ ശുദ്ധീകരിക്കണമെന്ന് പറയാം. ദൈവത്തിൻ്റെ തേജസ്സിനാൽ എന്നെ നിറയ്ക്കണമെന്ന് പറയാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അല്പകാലം മാത്രമേ ഇനി ഭൂമിയിൽ ജീവിച്ചിരിക്കത്തുള്ളൂ. എത്ര ദിവസമെന്ന് നമുക്കറിയില്ല. നാളെ ഉച്ചയ്ക്ക് നമ്മുടെ ശവോടൊക്കെ നടക്കുമോ എന്നൊന്നും നമുക്കറിയില്ല. കർത്താവേ, അങ്ങയുടെ കൃപ എൻ്റെ മേൽ പകരണമെന്ന് പറയാം. കർത്താവേ, എൻ്റെ കയ്പ് ഞാൻ കളയാൻ തയ്യാറാണെന്ന് പറയാം. എൻ്റെ പരിഭവങ്ങൾ ഞാൻ കളയാൻ തയ്യാറാണെന്ന് പറയാം. എൻ്റെ മനസ്സിലെ വേദനകൾ ഞാൻ കളയാൻ തയ്യാറാണെന്ന് പറയാം. ചിലപ്പോൾ യോഗ്യമായിട്ടായിരിക്കും നമ്മൾ വേദനിക്കപ്പെട്ടത്, ചിലപ്പോൾ അയോഗ്യമായിട്ടായിരിക്കും നമ്മൾ വേദനിക്കപ്പെട്ടത്. അതെല്ലാം നമുക്ക് ഈ പ്രഭാതത്തിൽ ഉപേക്ഷിക്കുവാൻ, ഈ രാത്രിയിൽ ഉപേക്ഷിക്കുവാൻ തയ്യാറാക്കാം. കർത്താവേ, ഈ കൺവെൻഷന്റെ പ്രാരംഭ രാത്രിയിൽ ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള വാക്യമാണ് ഞാൻ കേൾക്കുന്നത്. പക്ഷേ അങ്ങയുടെ കൃപ എൻ്റെ മേൽ പകരണമെന്ന് പറയാം. കർത്താവേ, ഞാൻ ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ട്, ഞാൻ ഒരുപാട് കഷ്ടത സഹിച്ചിട്ടുണ്ട്, ഞാൻ ഒരുപാട് കണ്ണുനീര് കുടിച്ചിട്ടുണ്ട്. കർത്താവേ, എനിക്ക് അന്യായാസനത്തിൽ നിൽക്കണ്ട, എനിക്ക് അങ്ങിലൂടെയുള്ള നിത്യജീവൻ വേണമെന്നുള്ളവർക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച ദൈവത്തിന് സ്തോത്രം.